നമസ്കാരം. ഇവർക്ക് ഡെയിലി ന്യൂസ് എന്ന സെഷനിൽ സ്വാഗതം. നമ്മൾ നോക്കാൻ ഹിന്ദു ന്യൂസ് ആർട്ടിക്കിൾസ് ആണ്. നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് 4 ഇമ്പോർട്ടന്റ് ആർട്ടിക്കിൾസ് ആണുള്ളത്. ഫസ്റ്റ് ആർട്ടിക്കിൾ UPI പേയ്മെന്റ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡേറ്റ ഈ പറഞ്ഞ പോലെ ഇന്നത്തെ ഹിന്ദു ന്യൂസ് പേപ്പറിൽ എഡിറ്റോറിയൽ പേജിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ആർട്ടിക്കിൾ നമുക്ക് കൃത്യമായിട്ടും എക്കണോമിക്സ് റിലേറ്റഡ് ആയിട്ടും അതുപോലെ ഇവിടെ ലോ മേക്കിംഗ് ആയിട്ട് ബന്ധപ്പെട്ട് ഗവേണൻസ് റിലേറ്റഡ് ആയിട്ട് ജനറൽ സ്റ്റഡീസ് പേപ്പർ 2ന്റെ പോയിന്റ് ഓഫ് വ്യൂ നമുക്കത് വിശദമായിട്ട് മെയിൻസ് റിലേറ്റഡ് ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. രണ്ടാമത്തെ ടോപ്പിക് കറൻസി കൺസേൺസുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇന്നത്തെ ഈ പറഞ്ഞ പോലെ ഹിന്ദു ന്യൂസ് പേപ്പറിന്റെ എഡിറ്റോറിയൽ സൈഡ് എഡിറ്റോറിയൽ ആർട്ടിക്കിൾ വന്നിരിക്കുന്ന ഒരു ആർട്ടിക്കിളാണ്. ബിക്കോസ് നിങ്ങൾ ആ ഒരു ആർട്ടിക്കിൾ വായിച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് അവർ ഡിസ്കസ് ചെയ്ത് കഴിയുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ ഇന്ത്യയിലെ തന്നെ കറൻസി ഡോളറുമായിട്ട് താരതമ്യം ചെയ്ത് നോക്കുമ്പോഴേക്കും ചരിത്രത്തിന് ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് മീൻസ് അത്രത്തോളം ഡിപ്രീഷിയേറ്റ് ചെയ്ത് നമ്മുടെ കറൻസി നിൽക്കുകയാണ്. അപ്പൊ അതിലേക്കുള്ള കുറച്ച് കൺസേൺസ് എന്തൊക്കെ ഈ പറഞ്ഞ പോലെ ഇമ്പാക്റ്റുകൾ ഒരുപക്ഷെ നമ്മുടെ എക്കണോമിയിൽ അത് ഉണ്ടാക്കിയേക്കാൻ തുടങ്ങിയ കാര്യങ്ങളാണ് ആ ഒരു ആർട്ടിക്കിൾ വിശദമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് എക്കണോമിക്സിന്റെ പെർസ്പെക്ടീവിൽ ജനറൽ സ്റ്റഡീസ് പേപ്പർ 3യുടെ പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ മൂന്നാമത്തവും നാലാമത്തെ ആർട്ടിക്കിൾ പ്രിലിംസ് റിലേറ്റഡ് ആർട്ടിക്കിൾ ആണ്. മൂന്നാമത്തെ ആർട്ടിക്കിൾ ഗുഡ് ഗവർണൻസ് ഇൻഡെക്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആർട്ടിക്കിൾ ആണ്. ബിക്കോസ് ഈ വർഷം 2024 ആ ഒരു ഇൻഡെക്സ് പബ്ലിഷ് ചെയ്യേണ്ടായിരുന്നു. ബിക്കോസ് എല്ലാ 2 വർഷം കൂടുമ്പോൾ പബ്ലിഷ് ചെയ്യുന്ന ഇൻഡെക്സ് ആണ് ഈ ഗുഡ് ഗവർണൻസ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. പക്ഷേ ഈ വർഷം ഗവൺമെന്റ് അത് പബ്ലിഷ് ചെയ്യുന്നില്ല എന്ന രീതിയിലേക്ക് വാർത്ത വരുന്നുണ്ട്. അപ്പോൾ അത് അതിനെക്കുറിച്ച് കുറച്ച് ആരാണ് പബ്ലിഷ് ചെയ്യുന്നത് തുടങ്ങിയ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ആ ഒരു ആർട്ടിക്കിൾ ഡിസ്കസ് ചെയ്യാൻ പഠിക്കാം. അപ്പോൾ ആ ഒരു ആർട്ടിക്കിൾ ജനറൽ സ്റ്റഡീസ് പേപ്പർ 2 ഗവേണൻസിന്റെ പെർസ്പെക്ടീവിലായിരിക്കും പഠിക്കുന്നത്. ദെൻ ഫോർത്ത് ടോപ്പിക് സ്കീമാണ്, ഗവൺമെന്റ് സ്കീമാണ്, സ്വമിത്വ എന്നുള്ള സ്കീമാണ്. ഇപ്പോൾ ലാൻഡ് ഏരിയസ് ഒക്കെ തന്നെ മാപ്പ് ചെയ്യാനായിട്ടുള്ള ഗവൺമെന്റ് ഒരു സ്കീമാണ്. അപ്പോൾ അവിടെ അഗ്രികൾച്ചർ ലാൻഡ് റിലേറ്റഡ് വരുമ്പോഴേക്കും അഗ്രികൾച്ചറും അതുപോലെ തന്നെ ഗവേണൻസിന്റെ പെർസ്പെക്ടീവിലായിരിക്കും ആ ഒരു ടോപ്പിക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്ന പോലെ തന്നെ ഈ ടോപ്പിക്സ് ഡിസ്കസ് ചെയ്തതിനു ശേഷം ഇതിൽ നിന്ന് ഒരു മോഡൽ MCQ സോൾവ് ചെയ്തായിരിക്കും നമ്മൾ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ടൈം കളയാണ്ട് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് ആർട്ടിക്കിൾ UPI പേയ്മെന്റ്സ് ആണ്. UPI ഡുവോപ്പൊളീസ് റൈസ് ആൻഡ് മാർക്കറ്റ് വൾണറബിലിറ്റീസ് എന്നുള്ളതാണ് ആർട്ടിക്കിളിന്റെ ഹെഡ്ലൈൻ ആയിട്ട് വായിക്കാൻ സാധിക്കുന്നത്. ഇവിടെ ഈ ഡുവോപ്പൊളി എന്നുള്ള വാക്ക് നമ്മളിപ്പം എക്കണോമിക്സ് പഠിക്കുമ്പോഴേക്കും വരുന്ന 1-2 അക്രോസ് വരുന്ന ഒരു ടേംസ് ആണ് മോണോപ്പൊളി, ഡുവോപ്പൊളി എന്നൊക്കെ പറയുവാണെങ്കിൽ. മോണോപ്പൊളി എന്ന് പറയുമ്പോഴേക്കും മോണോ മീൻസ് സിംഗിൾ എന്നുള്ളതാണ്. അപ്പോൾ ഒരാൾ തന്നെ ഈ പറഞ്ഞ പോലെ കൺട്രോൾ ചെയ്യുന്നതിനെയാണ് നമ്മൾ മോണോപ്പൊളി എന്ന് ബേസിക്കലി വിശേഷിപ്പിക്കുന്നത്. അപ്പം ഡുവോപ്പൊളി എന്തായിരിക്കും വെച്ചാൽ ആ വാക്ക് നിങ്ങൾ കണക്ട് ചെയ്ത് നോക്കിയാൽ മതി. ഡുവോ മീൻസ് 2 എന്നുള്ളതാണ് അല്ലെ, ഡബിൾ എന്നുള്ള വാക്കിന് ഒരു ഷോർട്ട് ആണ്. അപ്പോൾ 2 പാർട്ടീസ് അല്ലെങ്കിൽ 2 എൻറ്റിറ്റീസ്, അത് 2 ഇൻഡിവിജ്വൽ ആകാം അല്ലെങ്കിൽ 2 ഓർഗനൈസേഷൻസ് ആകാം, ഇവർ കൺട്രോൾ ചെയ്യുമ്പോഴേക്കുമാണ്, അതിപ്പം ഏത് മേഖല ആയിക്കോട്ടെ, കൺട്രോൾ ചെയ്യുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് ഡുവോപ്പൊളി എന്നുള്ളത്. അപ്പോൾ ഇവിടെ UPI എന്നുള്ളപ്പോൾ നമ്മൾ സ്ഥിരം പറഞ്ഞ പോലെ പേയ്മെന്റ് ഒക്കെ ആണെങ്കിലും മൊബൈൽ ഫോൺ ഒക്കെ യൂസ് ചെയ്ത് പേയ്മെന്റ് നടത്തുന്ന ആളുകളായതുകൊണ്ട് ഈ വാക്കുകൾ ഒരുപാട് കേൾക്കുന്നുണ്ട്. UPI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് എന്നുള്ളതാണ്. നിലവിൽ നമ്മളിപ്പം ഒരു ഷോപ്പിലാണെങ്കിലും പർച്ചേസ് എന്തെങ്കിലും ചെയ്തതിനു ശേഷം പേയ്മെന്റ്സ് ഒക്കെ ആണെങ്കിലും കൂടുതൽ ആൾക്കാർ ക്യാഷ് ആയിട്ട് കൊടുക്കുന്നതിന് ഉപരിയായിട്ട് ഇപ്പോൾ ഫോൺ ഇപ്പോൾ QR കോഡൊക്കെ സ്കാൻ ചെയ്ത് ഡിജിറ്റലി ആണ് ആളുകൾ കൂടുതൽ പേയ്മെന്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഡിജിറ്റൽ ട്രാൻസാക്ഷൻസിനകത്ത് ഇപ്പം നമുക്ക് തന്നെ അറിയാം, നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്ന നമ്മൾ ഭൂരിഭാഗം ആളുകൾ ഉപയോഗിക്കുന്ന ഒന്നെങ്കിൽ ഫോൺ പേ അല്ലെങ്കിൽ ഗൂഗിൾ പേ, ഇങ്ങനെ ഓരോ ആപ്ലിക്കേഷൻസ് ആയിരിക്കും. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ Paytm, അതൊക്കെ വളരെ കുറവാണ്. ഇതിന്റെ കുറച്ച് ഡേറ്റാസ് ഒക്കെ ഇവിടെയുണ്ട്. ഈ ഒരു ആർട്ടിക്കിളിനകത്ത് വിശദമായിട്ട് പറയുന്നുണ്ട് എത്രത്തോളമാണ് ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷൻസ് ആളുകൾ ഉപയോഗിക്കുന്നുള്ള കാര്യം. എനിവേ ഇങ്ങനെ കുറെ ഈ പറഞ്ഞ ഡേറ്റ ഓറിയന്റഡ് ആയിട്ട് നമുക്ക് മെയിൻസിന്റെ പെർസ്പെക്ടീവിൽ നല്ലൊരു ആർട്ടിക്കിളാണ് ഈ ഒരു എഡിറ്റോറിയൽ പേജിൽ വന്നിരിക്കുന്നത്. സോ ഈ ഒരു ആർട്ടിക്കിൾ തുടങ്ങുന്ന മുമ്പ് ഞാൻ ആദ്യം ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ടേം എന്ന് പറയുമ്പോൾ ഡിജിറ്റൽ പേയ്മെന്റ്സ് എന്താണെന്നുള്ളതാണ്. കാരണം അതൊക്കെ നമ്മൾ ബേസിക് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ഉള്ളൂ ഈ ഒരു ആർട്ടിക്കിൾ നല്ലൊരു ആർട്ടിക്കിളാണ്. പക്ഷെ അതിലേക്ക് വിശദമായിട്ട് കിടക്കണമെങ്കിൽ കുറച്ച് ബേസിക് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. സോ ഡിജിറ്റൽ പേയ്മെന്റ്സ് ഇപ്പം നമ്മൾ ക്യാഷ് ആയിട്ട് കൊടുക്കുമ്പോൾ അത് നമ്മൾ ഫിസിക്കൽ പേയ്മെന്റ്സ് ആണ്. കടയിൽ കയറിയിട്ട് ഇപ്പം പണ്ട് കാലങ്ങളിലൊക്കെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം 100 രൂപയുടെ സാധനം വാങ്ങുവാണെങ്കിൽ 100 രൂപ നമ്മൾ ക്യാഷ് ആയിട്ട് തന്നെ കൊടുക്കുകയാണ്. ഇന്നും കൊടുക്കുന്നുണ്ട് കേട്ടോ, കൊടുക്കുന്നില്ലെന്നല്ല ഞാൻ പറയുന്നത്. ബട്ട് അങ്ങനെ നമ്മൾ ക്യാഷ് ആയിട്ട് കൊടുക്കുമ്പോൾ പറയുന്ന പേരാണ് ഫിസിക്കൽ പേയ്മെന്റ്സ് അല്ലെങ്കിൽ ക്യാഷ് ട്രാൻസ്ഫേഴ്സ് എന്ന് ബേസിക്കലി പറയാറുണ്ട്. ഇവിടെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മളിപ്പോൾ 100 രൂപയുടെ സാധനം വാങ്ങിച്ച് ക്യാഷ് ആയിട്ട് കൊടുക്കുന്നതിൽ ഉപരിയായിട്ട് ആളുകൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്ന മൊബൈൽ ഫോൺസിലൂടെ അവരുടെ ഈ പറഞ്ഞ QR കോഡ്, ആ കടയിൽ വെച്ചിരിക്കുന്ന QR കോഡ് സ്കാൻ ചെയ്ത് ഡിജിറ്റലി അയക്കുകയാണ്. അപ്പൊ അത്തരത്തിൽ ഈ പറഞ്ഞ അവിടെ ഫിസിക്കൽ ട്രാൻസ്ഫേഴ്സ് നടക്കുന്നില്ല പൈസയുടെ. ഇങ്ങനെയുള്ള ട്രാൻസ്ഫേഴ്സിന് പറയുന്ന പേരാണ് ഡിജിറ്റൽ പേയ്മെന്റ്സ്. ഓക്കെ, അപ്പൊ ഈ ഡിജിറ്റൽ പേയ്മെന്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു UPI പേയ്മെന്റുകൾ മാത്രമല്ല. UPI എന്ന് പറയുന്നത് അത് ഒരു രീതിയിലുള്ള ഡിജിറ്റൽ പേയ്മെന്റ് ഒരു രീതി മാത്രമാണ്. ഈ പോയിന്റുകളെ പ്രിലിംസിന് ആവശ്യമായിട്ട് മാറിയത്. കാരണം ഇത് ഇത്രത്തോളം വാർത്തയിൽ നിൽക്കുന്ന കാരണം നിങ്ങൾ സ്ഥിരം PYQs ഒക്കെ നോക്കിയിട്ടുണ്ടെങ്കിലും ഈ UPI, NPCI അല്ലെങ്കിൽ ഡിജിറ്റൽ പേയ്മെന്റ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് സാധാരണഗതിയിൽ ഒരു ചോദ്യമൊക്കെ പ്രിലിംസിൽ കണ്ടുവരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പഠിക്കുമ്പോൾ മെയിൻസ് റിലേറ്റഡ് ആയിട്ടും പ്രിലിംസ് റിലേറ്റഡ് നമുക്ക് പഠിക്കാം. സോ ഡിജിറ്റൽ പേയ്മെന്റ്സ് എന്താണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഫിസിക്കൽ ആയിട്ടുള്ള ക്യാഷ് ട്രാൻസ്ഫേഴ്സ് ഉണ്ടാവില്ല. മൊബൈൽ ടു മൊബൈൽ നമ്മുടെ അക്കൗണ്ട് ടു അക്കൗണ്ട് ട്രാൻസ്ഫർ ആയിരിക്കും കൂടുതൽ ഇവിടെ നടക്കുന്നുണ്ടാവുക. അതിനൊരു ഉദാഹരണമാണ് മൊബൈൽ പേയ്മെന്റ് യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ്. അതിപ്പോൾ ആപ്പിൾ പേ ഉണ്ട്, അല്ലെങ്കിൽ ഗൂഗിൾ പേ ഉണ്ട്, ഫോൺ പേ ഉണ്ട്, പേയ്പാൽ, സാംസങ് പേ, ഇങ്ങനെയൊക്കെ പല രീതിയിലുള്ള ആപ്ലിക്കേഷൻസ് നമ്മളെ സഹായിക്കാറുണ്ട്. സോ അങ്ങനെയൊക്കെയുള്ള നടത്തുന്ന പേയ്മെന്റ് ആണ് മൊബൈൽ പേയ്മെന്റ് ആപ്പുകൾ ഉപയോഗിച്ച്. ദെൻ രണ്ടാമത് ഈ പറഞ്ഞ പോലെ ഡിജിറ്റൽ കാർഡുകൾ ഇപ്പൊ നമ്മുടെയൊക്കെ ആണെങ്കിലും ഫോണിൽ പലപ്പോഴും നമ്മുടെ കാർഡ്, ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഒക്കെ തന്നെ നമ്മൾ സേവ് ചെയ്ത് വെക്കുമല്ലോ, അതിന്റെ ഈ പറഞ്ഞ നമ്പേഴ്സും കാര്യങ്ങളൊക്കെ. അത് ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഒരുപക്ഷെ പേയ്മെന്റ് ഇപ്പം നമ്മൾ നോർമൽ പേയ്മെന്റ് ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഇപ്പോൾ ഫീസ് ഒക്കെ അടയ്ക്കാനായിട്ടാണെങ്കിൽ പേയ്മെന്റ് ചെയ്യുമ്പോഴേക്കും പേയ്മെന്റ് ഗേറ്റ് വേ തുറന്നു വരുമ്പോഴേക്കും 2-3 ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാമല്ലോ. ഒന്നെങ്കിൽ ബാങ്കിൽ നേരിട്ട് ട്രാൻസ്ഫർ ചെയ്യാവുന്നത്, അല്ലെങ്കിൽ ഈ പറഞ്ഞ നമ്മൾ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ട്രാൻസ്ഫർ ചെയ്യാവുന്നത്, അല്ലെങ്കിൽ ഈ പറഞ്ഞ UPI പേയ്മെന്റ് ആപ്ലിക്കേഷൻസ് ഉപയോഗിച്ച് ട്രാൻസ്ഫർ ചെയ്യും. ഇങ്ങനെ പല മെത്തേഡുകൾ നമുക്ക് അവിടെ കാണാം. അത് തന്നെയാണ് ഈ എക്സാമ്പിൾസ് ആയിട്ട് ഇവിടെ എഴുതിയിരിക്കുന്നത്. അവിടെ നമ്മൾ ഡിജിറ്റലി ചിലപ്പോൾ നമ്മുടെ കാർഡിന്റെ നമ്പർ ഒക്കെ ഉപയോഗിച്ച് നമുക്ക്
പേയ്മെന്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള പേയ്മെന്റ്സ് ആണ് ഈ പറഞ്ഞ ഡിജിറ്റൽ കാർഡ്സ് അല്ലെങ്കിൽ ഡിജിറ്റൽ വാലറ്റ് ഉപയോഗിച്ചിട്ടാണെങ്കിൽ പേയ്മെന്റ് ചെയ്യാൻ പറ്റും. പിന്നെ കോൺടാക്ട്ലെസ് പേയ്മെന്റ്സ്, ഇപ്പം നിലവിൽ ഈ പറഞ്ഞ പോലെ പുതിയ ഫോണുകളും അല്ലെങ്കിൽ പുതിയ സ്മാർട്ട് ഫോൺസിനൊക്കെ തന്നെ നിങ്ങൾ NFC ടെക്നോളജി എന്നൊക്കെ പറഞ്ഞുള്ള പരസ്യങ്ങൾ കാണാറുണ്ട്. NFC എന്ന് പറയുന്നത് നിയർ ഫീൽഡ് കമ്മ്യൂണിക്കേഷൻസ്, അതായത് ആ ഒരു ആ ആ ഒരു കടകളിലൊക്കെ ചെന്ന് കഴിയുമ്പോഴേക്കും നമ്മൾ ഡെബിറ്റ് കാർഡൊക്കെ സ്വൈപ്പ് ചെയ്യുന്ന മെഷീൻസ് ഉണ്ടല്ലോ, ആ മെഷീനിലേക്ക് ഒന്ന് ഈ പറഞ്ഞ പോലെ ആ ഒരു മൊബൈൽ ഫോണോ അല്ലെങ്കിൽ വാച്ച് ഈ പറഞ്ഞ പോലെ അതിന്റെ അടുത്തേക്ക് പേയ്മെന്റ് ചെയ്ത് കോൺടാക്ട് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു പേയ്മെന്റ് ഈ പറഞ്ഞ പോലെ ഡിഡക്ട് ആവുന്ന രീതികൾ കണ്ടിട്ടുണ്ടാവും. അതിന് പറയുന്നവരാണ് കോൺടാക്ട്ലെസ് പേയ്മെന്റ്സ് എന്ന് പറയുന്നതാണെങ്കിൽ. സോ കോൺടാക്ട്ലെസ് പേയ്മെന്റ്സ് അതൊരു ഉദാഹരണമാണ്. പിന്നെ ബാങ്കിൽ നിന്നുള്ള നേരിട്ടുള്ള ട്രാൻസ്ഫേഴ്സ്, അതിപ്പോൾ ഉദാഹരണം പറയുവാണെങ്കിൽ നമ്മുടെ IMPS പേയ്മെന്റ് ആകാം, അല്ലെങ്കിൽ നെഫ്റ്റ് ഈ പറഞ്ഞ നെഫ്റ്റ് പേയ്മെന്റ് ഒക്കെ ആകാം. അങ്ങനെയൊക്കെയുള്ള ബാങ്ക് ട്രാൻസ്ഫേഴ്സ് ഈ പറഞ്ഞ പോലെ ഡിജിറ്റൽ പേയ്മെന്റ് ഉദാഹരണമാണ്. പിന്നെ അതുപോലെ നമ്മളിപ്പം നിലവിൽ ടോൾ ബൂത്തുകളിലൊക്കെ ആണെങ്കിൽ നമ്മുടെ ഫാസ്റ്റ് ടാഗുകൾ വെച്ചിട്ട് ഓട്ടോമാറ്റിക്കലി വാഹനത്തിന്റെ ആ ഒരു ഫാസ്റ്റ് ടാഗിൽ നിന്ന് ചാർജ് കളക്ട് ചെയ്യുമല്ലേ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള നാഷണൽ ഇലക്ട്രോണിക് ടോൾ കളക്ഷൻസ് ഇതെല്ലാം പറയുവാണെങ്കിൽ ഇത് മാത്രമല്ല, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഉദാഹരണങ്ങളായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഇത്രത്തോളം ഉദാഹരണങ്ങൾ ഉണ്ടെങ്കിലും ഈ ഡേറ്റ ഇപ്പം ഈ ഒരു വാർത്തയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ നടത്തുന്ന 10 ഡിജിറ്റൽ ട്രാൻസാക്ഷൻസ് നടത്തുന്നുണ്ടെങ്കിൽ അതിൽ 8 ഏത് രീതിയിലാണ് UPI പേയ്മെന്റ് എക്കോസിസ്റ്റം ആണ്. അതായത് നേരത്തെ ഞാൻ പറഞ്ഞ മൊബൈൽ പേയ്മെന്റ് ആപ്പുകൾ ഉപയോഗിച്ചിട്ടുള്ള UPI പേയ്മെന്റ് ആപ്ലിക്കേഷൻസ് ആണ് 8 നടക്കുന്നത്. അപ്പോൾ 10 ഡിജിറ്റൽ ട്രാൻസാക്ഷൻ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ടെങ്കിൽ അതിൽ 8, അതായത് 80% UPI പേയ്മെന്റുകളിലൂടെയാണ് നടക്കുന്ന കാര്യം ഓർത്തിരിക്കാം. വിത്ത് എ വാല്യൂ ഓഫ് ഓവർ 20.6 lakh crore rupees ഇൻ ഓഗസ്റ്റ് മാത്രം, അതായത് ഈ വർഷം ഓഗസ്റ്റിൽ മാത്രം, ഒരു മാസം മാത്രം നമ്മുടെ നാട്ടിൽ നടന്ന UPI പേയ്മെന്റ് ട്രാൻസാക്ഷൻസ് ആണ് 20 ലക്ഷം കോടി രൂപയുടെ ട്രാൻസാക്ഷൻസ് ആണ് UPIയിലൂടെ മാത്രം നടന്നിട്ടുണ്ടായിരുന്നുള്ള കാര്യം ഓർത്തിരിക്കും. പത്രത്തിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഈ ഒരു ഇത് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മാർക്കറ്റ് കൂടിയാണ് ഡിജിറ്റൽ ട്രാൻസാക്ഷൻ. എസ്പെഷ്യലി നമ്മൾ ഇത്രത്തോളം വലിയൊരു എമൗണ്ട് ഡിജിറ്റൽ ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ടെന്നൊക്കെ പറയുമ്പോഴും ഓർത്തിരിക്കേണ്ട കാര്യമുണ്ട്, സ്റ്റിൽ നമ്മുടെ നാട്ടിലെ ഏകദേശം അപ്രോക്സിമേറ്റ്ലി 30% ആളുകൾ മാത്രമാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇപ്പം റിമൈനിങ് ഈ പറഞ്ഞ 70% ആൾക്കാർ സ്റ്റിൽ ഇതിലേക്ക് വരാൻ കിടപ്പുണ്ട്. അത് ഇനിയുള്ള ഫ്യൂച്ചർ ജനറേഷൻ ഇത് കൂടത്തുള്ളൂ. അപ്പോൾ ഒരുപാട് സ്കോപ്പ് ഈ മേഖലയിൽ വളർച്ചയ്ക്കുള്ള ഒരു സ്കോപ്പ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ബിക്കോസ് ഇപ്പം പറയുവാണെങ്കിൽ ഇന്റർനെറ്റിന്റെ പതുക്കെ പതുക്കെ പെനിട്രേഷൻ കൂടി വരുന്നു, സ്മാർട്ട് ഫോൺസിന്റെ ഉപയോഗം വർദ്ധിച്ചു വരുന്നു. ഇങ്ങനെയുള്ള ഈ കാലയളവിൽ ഈ 30% ഉള്ളത് ഇനി അങ്ങോട്ടേക്ക് വളരാനായിട്ടുള്ള ഒരുപാടധികം സാധ്യതകളുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് വളരാൻ സാധ്യതയുണ്ടെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇതിനകത്ത് ഒരുപാട് വൾണറബിലിറ്റീസും അസോസിയേറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ആ വൾണറബിലിറ്റീസിനെയാണ് നമ്മൾ ഈ ഒരു ആർട്ടിക്കിളിനകത്ത് കൂടുതലായിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ അതിലേക്ക് കടക്കുന്ന മുമ്പ് ഒരു കാര്യം കൂടെ, ഇപ്പൊ നമ്മൾ ഡേറ്റയുടെ കാര്യം പറഞ്ഞു. 10 ഡിജിറ്റൽ ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ടെങ്കിൽ അതിൽ 8 UPI പേയ്മെന്റിലാണ്. ഈ 8 UPI പേയ്മെന്റുകൾ നടക്കുന്നതിനകത്ത് ഭൂരിഭാഗവും പേയ്മെന്റുകൾ നടത്തുന്നത് രണ്ട് ആപ്ലിക്കേഷൻസ് ഉപയോഗിച്ചിട്ടാണ്. ഈ രണ്ട് ആപ്ലിക്കേഷൻസ് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ മോസ്റ്റ് കോമൺലി അറിയപ്പെടുന്നതാണ് രണ്ട് ആപ്ലിക്കേഷൻസ്, ഒന്നെങ്കിൽ ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ. ഈ രണ്ട് ആപ്ലിക്കേഷൻസ് ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ഈ ഒരു 80% ഡിജിറ്റൽ ട്രാൻസാക്ഷൻസ് ഉണ്ടല്ലോ, ആ 80% ഡിജിറ്റൽ ട്രാൻസാക്ഷൻസിനകത്തെയും ബഹുഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് 85%, ഓക്കെ, 85% ട്രാൻസാക്ഷൻസ് അത് ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് 100 UPI ട്രാൻസാക്ഷൻസ് നടക്കുന്നുണ്ടെങ്കിൽ അതിൽ 85 UPI ട്രാൻസാക്ഷൻസും എയ്തർ ഫോൺ പേ അല്ലെങ്കിൽ ഗൂഗിൾ പേ ഉപയോഗിച്ചിട്ടാണ് ആൾക്കാർ ട്രാൻസ്ഫർ ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള മറ്റ് ആപ്ലിക്കേഷൻസ്, ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ Paytm ഉണ്ട്, അല്ലെങ്കിൽ ഫ്രീ ചാർജ്, അങ്ങനെയുള്ള പല പറഞ്ഞ മൊബിവിക്, അങ്ങനെ പല ആപ്ലിക്കേഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. പക്ഷെ അവരുടെയൊക്കെ നമ്പർ വളരെ കുറവാണ്. ഇപ്പൊ നമ്മളാണ് ചെയ്യുന്ന ഓർത്താൽ മതി, നമ്മളാണെങ്കിൽ കടയിൽ പോയിട്ട് ഒന്നെങ്കിൽ QR കോഡ് സ്കാൻ ചെയ്യുന്നെങ്കിൽ ഏതൊരു ഈ പറഞ്ഞ ഫോൺ പേ അല്ലെങ്കിൽ ഗൂഗിൾ പേ ഇത് വെച്ചിട്ടായിരിക്കും നമ്മൾ കൂടുതലും ചെയ്യുന്നത്. Paytm ആണ് തൊട്ട് താഴെ വരുന്ന അടുത്ത പ്ലെയർ. Paytmന്റെ ഷെയർ എന്ന് പറയുന്നത് വെറും 7.2% മാത്രമേ ഉള്ളൂ. പണ്ട് Paytmന്റെ ഷെയർ ഒരുപാട് കൂടുതലുണ്ടായിരുന്നു. പക്ഷേ റീസെന്റ് പറഞ്ഞ RBIയുടെ റെഗുലേഷൻസും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോഴേക്കും Paytmന്റെ ഷെയർ താഴേക്ക് പോവുക ചെയ്തത്. അപ്പൊ ഇവിടുത്തെ ഒരു കാര്യം അറിഞ്ഞിരിക്കേണ്ടത്, ഇത്രയും ഡിജിറ്റൽ ട്രാൻസാക്ഷൻസ് UPIയിലൂടെ നടക്കുമ്പോൾ ഇതിനകത്ത് ഭൂരിഭാഗം പറയുവാണെങ്കിൽ മേജർ പോർഷൻസ് 85% കൈയടക്കി വെച്ചിരിക്കുന്ന രണ്ട് കമ്പനികൾ ഫോൺ പേ, ഗൂഗിൾ പേ ആണ്. സോ ഇതിനകത്താണ് മാർക്കറ്റ് ഹിൻഡ്രൻസ്, ഈ പറഞ്ഞ ഇതിനെ നമ്മൾ വിളിക്കുന്നവരാണ് തേർഡ് പാർട്ടി ആപ്പ് പ്രൊവൈഡേഴ്സ് ആണ്. തേർഡ് പാർട്ടി ആപ്പ് പ്രൊവൈഡേഴ്സ്, അതായത് UPI എന്നുള്ളത് യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് എന്ന് പറയുന്ന ഒരു സൗകര്യമാണ്, ഒരു ടെക്നോളജിയാണ്. ആ ഒരു ടെക്നോളജി നമുക്ക് നൽകുന്ന ആപ്ലിക്കേഷൻസ്, അതിന് പറയുന്ന പേരാണ് തേർഡ് പാർട്ടി ആപ്പ് പ്രൊവൈഡേഴ്സ്. ആ ആപ്പുകളാകാം ഏതാ നമ്മൾ ഫോൺ പേ, ഗൂഗിൾ പേ പോലുള്ള അല്ലെങ്കിൽ Paytm പോലുള്ള ആപ്പുകൾ. ഇനി ഇതിലൂടെ അസോസിയേറ്റ് ചെയ്യുന്ന റിസ്കുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഞാൻ പറഞ്ഞത് 85% രണ്ട് കമ്പനികളാണ്, വിച്ച് ഇസ് ഡ്യൂഓപ്പൊളിയാണ്. സോ നാളെ ഈ പറഞ്ഞ പോലെ ഈ രണ്ട് കമ്പനികളും ഈ പറഞ്ഞ പോലെ പ്രവർത്തനം എങ്ങനെ അവരുടെ നിന്ന് പോകുന്നു വിചാരിച്ചു. കാരണം ഇവരുടെ സെർവറും കാര്യങ്ങളും എത്രത്തോളം ലോഡ് കൂടുതലുണ്ട്. എസ്പെഷ്യലി ഇപ്പോൾ ഫെസ്റ്റിവൽ സീസൺസ്, ഇപ്പം ക്രിസ്മസ് അല്ലെങ്കിൽ ഇപ്പം ന്യൂ ഇയറിന്റെ ഇങ്ങനെയൊക്കെ ഫെസ്റ്റിവൽ സീസൺസ് വരുമ്പോൾ നമ്മൾ സാധനങ്ങൾ വാങ്ങുന്നതിന്റെ അളവ് താരതമ്യേന കൂടും. അപ്പോൾ ഇതുപോലുള്ള UPI ട്രാൻസാക്ഷൻസ് കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ രണ്ട് കമ്പനികളുടെ സെർവേഴ്സിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ഡിജിറ്റൽ ട്രാൻസാക്ഷൻസ് മൊത്തത്തിൽ ഈ പറഞ്ഞ സ്റ്റോപ്പ് ആകാനായിട്ടുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴേക്കും കടകളിൽ കയറിയിട്ട് നമ്മൾ സാധനം വാങ്ങുമ്പോൾ ഇന്നിപ്പം ആളുകൾ അധികം കയ്യിൽ കറൻസീസ് ഹോൾഡ് ചെയ്യുന്നില്ല. അതിന്റെ പേരാണ് കറൻസി ഡിപ്പോസിറ്റ് റേഷ്യോ എന്ന് പറയും. ആളുകൾ എത്രത്തോളം കയ്യിൽ കറൻസീസ് കീപ്പപ്പ് ചെയ്യാൻ താല്പര്യപ്പെടുന്നുള്ളത്. നിലവിൽ നമ്മുടെ കറൻസി ഡിപ്പോസിറ്റ് റേഷ്യോ എന്ന് പറയുന്നത് <1 കറൻസി ഡിപ്പോസിറ്റ് റേഷ്യോ = 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറൻസി ആയിട്ടും തുല്യ എമൗണ്ട് ബാങ്ക് അക്കൗണ്ടിലും ഉണ്ടാവും, തുല്യ എമൗണ്ട് ചിലപ്പോൾ കയ്യിലും ഉണ്ടാവും. ഇന്നിപ്പോൾ അങ്ങനെയല്ല, കൂടുതൽ ആൾക്കാരും ബാങ്ക് അക്കൗണ്ടിലാണ് പൈസ ഇട്ടിരിക്കുന്നത്. അപ്പോൾ കറൻസി ഡിപ്പോസിറ്റ് റേഷ്യോ നിലവിൽ നമ്മുടെ നാട്ടിൽ <1. ആളുകൾ കയ്യിൽ ഫിസിക്കൽ ക്യാഷ് ആയിട്ട് കൊണ്ടു നടക്കുന്നത് വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ കടയിൽ കയറിയിട്ട് ഈ പറഞ്ഞ പോലെ
ഒരു ട്രാൻസാക്ഷൻ ഇപ്പോൾ സാധനം എന്തെങ്കിലും മേടിച്ചു ട്രാൻസാക്ട് ചെയ്യാനായിട്ട് നോക്കുമ്പോഴേക്കും സാധനം നടക്കുന്നില്ല, ട്രാൻസാക്ഷൻ ഫെയിൽഡ് എന്ന് കാണിക്കുന്നു. അതിന് കാരണം പലപ്പോഴും അതിന്റെ സെർവർ ഡൗൺ ആയി പോകുന്നതാണ്. അപ്പോൾ ഈ രണ്ട് കമ്പനികളുടെ ബഹുഭൂരിപക്ഷം നിൽക്കുന്ന കാരണം ഈ രണ്ട് കമ്പനികളുടെ സെർവേഴ്സിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ട്രാൻസാക്ഷൻസ് ഡൗൺ ആകാനായിട്ടുള്ള ചാൻസുകൾ, അത് മാർക്കറ്റ് വൾണറബിലിറ്റിയെ തന്നെ ബാധിക്കാനായിട്ടുള്ള ചാൻസുകൾ വളരെ വളരെ കൂടുതലാണ്. ഇപ്പം ആളുകളാണെങ്കിലും ബാങ്കിലേക്കുള്ള EMI അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അങ്ങനെയുള്ള എന്തെങ്കിലും പേയ്മെന്റ് എല്ലാം ഇപ്പോൾ UPI-യിലൂടെയാണല്ലോ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതല്ല ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും സെർവേഴ്സിന് പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഈ പേയ്മെന്റുകളെല്ലാം തന്നെ തകരാറിലേക്ക് പോകും. എൻ്റെ ഫിനാൻഷ്യൽ സ്ട്രക്ചർ ഈ പറഞ്ഞ പോലെ റിപ്പിൾ എഫക്റ്റുകൾ ഉണ്ടാക്കാനുള്ള ചാൻസുകൾ വളരെ വളരെ കൂടുതലാണ്. അതാണ് ഒന്നാമത്തെ പ്രധാനപ്പെട്ട ഇഷ്യൂ ആയിട്ട് ഇതിനകത്ത് ഐഡന്റിഫൈ ചെയ്യുന്നത്. രണ്ടാമത്തെ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർ ഇസ് എ റിസ്ക് ഓഫ് ഡിക്രീസ്ഡ് കോമ്പറ്റീഷൻ ആൻഡ് ഇന്നോവേഷൻ ഇൻ ദ പേയ്മെന്റ് ഫിനാൻഷ്യൽ എക്കോസിസ്റ്റം. ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ ഈ രണ്ട് എന്റിറ്റീസ് ആണ് കൺട്രോൾ ചെയ്യുന്നത്. നമ്മൾ എപ്പോഴും നമ്മുടെ മാർക്കറ്റിൽ കോമ്പറ്റീഷൻ ഉണ്ടായിരിക്കണം. കോമ്പറ്റീഷൻ ഇല്ല എങ്കിൽ കൺസ്യൂമേഴ്സിനാണ് ബുദ്ധിമുട്ടുണ്ടാകുന്നത്. നമുക്ക് പുതിയ പുതിയ ടെക്നോളജികൾ കിട്ടത്തില്ല, അല്ലെങ്കിൽ നമുക്ക് പുതിയ പുതിയ ഓഫേഴ്സും കാര്യങ്ങളും കിട്ടത്തില്ല. ഈ രണ്ട് ആപ്ലിക്കേഷൻസ് ആണ് ഇവർ ഇവിടെ റൂൾ ചെയ്യുന്നത്. കാരണം തന്നെ ഇവർക്കറിയാം ഇപ്പൊ നാട്ടിലെ ഈ പറഞ്ഞ പോലെ ഒരു പുതിയ ഒരാൾ ഡിജിറ്റൽ പേയ്മെന്റ് എക്കോസിസ്റ്റത്തിലേക്ക് കടന്നു വന്നാൽ ഇയാൾക്ക് വേറെ ഓപ്ഷൻസ് ഇല്ല. ഈ രണ്ട് കമ്പനികൾ ഏതെങ്കിലും ഒരു കമ്പനി ഉപയോഗിച്ചിട്ട് പേയ്മെന്റ് നടത്താമെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ പുതിയ പുതിയ രീതികളിലുള്ള ഓഫറുകളും കാര്യം ഇപ്പൊ നമ്മളാണെങ്കിലും പണ്ട് കാലങ്ങളിലും ഈ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ തുടങ്ങിയ സമയത്ത് നിങ്ങൾക്ക് അറിയാം അല്ലെ, നമ്മൾ ഓരോ ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ നമുക്ക് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടുമായിരുന്നു, ക്യാഷ് ബാക്ക് പോലുള്ള പരിപാടികൾ ഉണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെയുള്ള പരിപാടികൾ വളരെ വളരെ കുറവാണ്. ബിക്കോസ് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ രണ്ട് കമ്പനികളുടെ ഒരു ഡ്യുവോപ്പോളിയാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സിന് ഓഫറുകൾ കൊടുത്തില്ല ഇവർ ഇത് തന്നെ ചെയ്തോളും എന്നുള്ള കാര്യം കമ്പനികൾക്ക് അറിയാം. അത് ഇവിടെ മാത്രമല്ല, ഏത് മേഖലയിൽ നിന്ന് നോക്കിയാലും മോണോപ്പൊളി അല്ലെങ്കിൽ ഡുവോപ്പൊളി അങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ കസ്റ്റമേഴ്സിനാണ് അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. ഇവിടെയാണെങ്കിലും അങ്ങനെ ഒരു സിറ്റുവേഷൻസ് ഉണ്ടായേക്കാം. ഇനിയാണെങ്കിൽ നമ്മൾ പറഞ്ഞ തുടക്കത്തിൽ പറഞ്ഞ ഇപ്പൊ നിലവിൽ 30% ആളുകൾ ഉപയോഗിക്കുന്നുള്ളൂ. സ്റ്റിൽ ഇനിയും വരാൻ കിടക്കണം ഒരുപാട് ആളുകൾ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഇന്നോവേഷൻസ് ഈ മേഖലയിൽ നടത്തേണ്ടതുണ്ട്. പക്ഷേ ഈ കമ്പനികളുടെ കാര്യത്തിൽ ഇവർ ഡുവോപ്പൊളി സിറ്റുവേഷൻ ഉള്ള കാരണം തന്നെ ഇവർ മാർക്കറ്റിലേക്ക് കൂടുതൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് നടത്താൻ ഒരുപാട് തയ്യാറായിരിക്കത്തില്ല എന്നുള്ളത് വളരെ വളരെ പ്രയാസകരമായിട്ടുള്ള സിറ്റുവേഷൻസ് ആണ്. അതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സിന് പുതിയ പ്രൊഡക്റ്റുകൾ അല്ലെങ്കിൽ പുതിയ ഓഫേഴ്സുകൾ, പുതിയ സൗകര്യങ്ങളൊക്കെ തന്നെ കിട്ടാനുള്ള ചാൻസുകളും കുറവായിരിക്കും. അതാണ് രണ്ടാമത്തെ ഇഷ്യൂ എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേർഡ് റിസ്ക് എന്ന് പറയുന്നത് ഫോറിൻ ഡോമിനൻസ് ആണ്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞില്ല ഈ 85% ഹോൾഡ് ചെയ്തിരിക്കുന്ന ഫോൺ പേ, ഗൂഗിൾ പേ, ഇത് രണ്ടും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിദേശ കമ്പനികളാണ്. ഈവൻ ഫോൺ പേ എന്ന് പറയുന്ന വോൾമാർട്ട് എന്നുള്ള കമ്പനിയുടെ ഓണർഷിപ്പിൽ വരുന്നതാണ്. ഗൂഗിൾ പേ നമുക്കറിയാം ഒബിയസ്ലി ഗൂഗിളിന്റെ ഓണർഷിപ്പിൽ വരുന്നു. ഈ രണ്ട് കമ്പനികളും വിദേശ കമ്പനികളുടെ ഓണർഷിപ്പിൽ വരുന്ന കാരണം തന്നെ ഇവരുടെ കയ്യിലുള്ള ഡേറ്റാസിന്റെ സുരക്ഷിതത്വം എത്രത്തോളം ആണെന്നുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഇവരുടെയൊക്കെ സെർവേഴ്സ് മേ ബി ഇരിക്കുന്നത് ഇന്ത്യക്ക് പുറത്തായിരിക്കാം. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും ഈ പറഞ്ഞ പോലെ അവിടെ നമ്മുടെ ഡേറ്റാസ് ഇതെല്ലാം ബിഗ് ഡേറ്റാസ് ആണ്. ആ ബിഗ് ഡേറ്റാസ് ഈ പറഞ്ഞ പോലെ വൾണറബിലിറ്റി ഫേസ് ചെയ്യുന്നുണ്ടോ, അതെങ്ങാനും ലീക്ക് ആകുന്നുണ്ടോ എന്നോ തുടങ്ങിയ കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കത്തില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട റിസ്ക്. തേർഡ് റിസ്ക് എന്ന് പറയുന്നത് ഫോറിൻ ഡോമിനൻസ് ആണ്. ആ ഒരു ഫോറിൻ ഡോമിനൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞ ഫോറിൻ ഓൺഡ് ആണ് ഫോൺ പേ ബൈ വോൾമാർട്ടും ഗൂഗിൾ പേ ഗൂഗിൾ ഓൺ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ ഫോറിൻ ഓൺ മൾട്ടിപ്പിൾ ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം. ലൈക്ക് ഈ പറഞ്ഞ ഡേറ്റ പ്രൊട്ടക്ഷന്റെയും ഒക്കെ തന്നെ ഈ പറഞ്ഞ പോലെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരുപാട് ഇൻഫർമേഷൻസ് ഈ പറഞ്ഞ പോലെ പുറത്തേക്ക് പോകാനായിട്ടുള്ള ചാൻസുകളും വളരെ വളരെ കൂടുതലാണ്. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴേക്കും അതാണ് പ്രധാനപ്പെട്ട 3 ഇഷ്യൂസ് ആയിട്ട് ഇതിനകത്ത് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. അപ്പൊ ഇതിനെ അപ്പൊ ഒന്നുകൂടി ഞാൻ പറഞ്ഞ ഒന്നാമത്തെ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വൾണറബിലിറ്റി ഇഷ്യൂസ് ആണ്. ഈ രണ്ട് പ്രധാനപ്പെട്ട ഹോൾഡേഴ്സ് മാത്രം നിൽക്കുന്ന കാരണം ഇവരുടെ സർവീസ് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ടോട്ടൽ ഫിനാൻസ് സിസ്റ്റത്തിനെ ബാധിക്കാൻ ചാൻസ് ഉണ്ട്. രണ്ടാമത് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്യുവോപ്പൊളി ഇരിക്കുന്ന കാരണം ഡിക്രീസ് കോമ്പറ്റീഷൻ ആണ്. അതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സിന് ഈ പറഞ്ഞ ബെറ്റർ ഓഫേഴ്സോ കാര്യങ്ങൾ ടെക്നോളജി ഒന്നും കിട്ടണമെന്ന് വന്നേക്കത്തില്ല. മൂന്നാമത്തെ പ്രശ്നം പറഞ്ഞാൽ ഡേറ്റ പ്രൊട്ടക്ഷനെ കുറിച്ചുള്ള കൺസേൺസ് ആണ് മൂന്നാമത്തെ ഇഷ്യൂ. അപ്പൊ ഇതിനെ എങ്ങനെ പരിഹരിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിലവിൽ നമുക്ക് ഇന്ത്യൻ കമ്പനീസ് ആയിട്ട് നിൽക്കുന്നതിനകത്ത് പ്രധാനപ്പെട്ട ഹോൾഡർ പേടിഎം ആണ്. 7.2% ഉള്ളൂ. അപ്പൊ ഇത്തരത്തിലുള്ള ഇന്ത്യൻ പ്ലേയേഴ്സിനെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യണം. അതായത് ഇന്ത്യൻ പ്ലേയേഴ്സിനെ കൂടുതൽ പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ ഒക്കെ തന്നെ സെർവേഴ്സ് ആണെങ്കിൽ കൂടുതൽ ഇന്ത്യയിൽ നിൽക്കാനായിട്ട് സാധിക്കും. ഡേറ്റാസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇന്ത്യയിൽ തന്നെ നിലനിർത്താനായിട്ടൊക്കെ സാധിക്കും. അപ്പൊ അതുകൊണ്ട് കൂടുതൽ ഈ പറഞ്ഞ പ്ലേയേഴ്സിനെ ഈ മേഖലയിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കണം. കൂടുതൽ പ്ലേയേഴ്സ് വന്നെങ്കിലേ ഉള്ളൂ കൂടുതൽ കോമ്പറ്റീഷൻ വരികയുള്ളൂ. ആ കൂടുതൽ കോമ്പറ്റീഷൻ വന്നെങ്കിൽ മാത്രമേ ഉള്ളൂ ജനങ്ങൾക്ക് കസ്റ്റമേഴ്സിന് ഇതുകൊണ്ടുള്ള കൂടുതൽ ബെനിഫിറ്റ് നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആയിട്ട് ഇതിനകത്ത് ഈ ആർട്ടിക്കിൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഒരുപാട് ഡേറ്റാസ് ഉള്ള നല്ലൊരു ആർട്ടിക്കിളാണ് ഈ ഒരു ആർട്ടിക്കിൾ. ഓക്കെ, ഓൾറെഡി നമ്മൾ ഡിജിറ്റൽ പേയ്മെന്റ്സിന്റെ കാര്യം പറഞ്ഞു. ഇനി ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ ആ UPI-യുടെ കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് മനസ്സിലാക്കാം. കാരണം ഇതൊക്കെ പരീക്ഷയ്ക്ക് ആവശ്യമായിട്ട് മാറിയേക്കാവുന്നതാണ്. സോ UPI എന്ന് പറയുന്നത് യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് ആണ്. ഇറ്റ്സ് എ ഡിജിറ്റൽ ആൻഡ് റിയൽ ടൈം പേയ്മെന്റ് സിസ്റ്റം ആണ്. ഡെവലപ്പ് ബൈ നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ NPC ആണ് ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ആൻഡ് റെഗുലേറ്റഡ് ബൈ RBI. സോ UPI എന്ന് പറയുന്നത് ഡെവലപ്ഡ് ബൈ NPCയും അതുപോലെ റെഗുലേറ്റ് ചെയ്യുന്നവരാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നുള്ള കാര്യം ഓർത്തിരിക്കാം. ഞാൻ ഇത് ലോഞ്ച് ചെയ്ത് 2016 ഏപ്രിൽ 11 2016 ഇത് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ഈ പറഞ്ഞത് ഇതിലൂടെ നമുക്ക് കിട്ടിയ ഏറ്റവും പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റർ ബാങ്ക് ട്രാൻസ്ഫേഴ്സ് പോസിബിൾ ആണ്. ദാറ്റ് ടു വിത്ത് സിംഗിൾ 2-click ഫാക്ടർ ഒതന്റിക്കേഷൻ പ്രോസസ്. ഇപ്പൊ നമ്മളാണ് UPI-യിലൂടെ ചെയ്യുമ്പോൾ ലാസ്റ്റ് നമുക്ക് UPI-ക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് പിൻ ഉണ്ടല്ലോ, അതൊക്കെ നടത്തി പറഞ്ഞ ഒരു സിംഗിൾ 2-click ഫാക്ടർ ഒതന്റിക്കേഷൻ പ്രോസസ് ആണ് UPI-ക്ക് ഉള്ളതെന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ്. ദെൻ ഇതിലൂടെ കിട്ടിയിരിക്കുന്ന മറ്റ് പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ
നമുക്ക് പൈസയൊക്കെ ട്രാൻസ്ഫർ ചെയ്യാൻ വളരെ സിമ്പിൾ ആണ്. മൊബൈൽ നമ്പർ ഉപയോഗിച്ച് ട്രാൻസ്ഫർ ചെയ്യാം. പണ്ടൊക്കെ നമ്മൾ അക്കൗണ്ട് നമ്പറൊക്കെ ഉപയോഗിക്കണമല്ലോ. ഇപ്പൊ അക്കൗണ്ട് നമ്പർ ഉപയോഗിക്കണം നിർബന്ധമൊന്നുമില്ല. മൊബൈൽ നമ്പർ ഉപയോഗിച്ചാൽ മതി. ആ മൊബൈൽ നമ്പർ മിക്കവാറും അതിലേക്ക് ലിങ്ക്ഡ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് മൊബൈൽ നമ്പർ ഉപയോഗിച്ച് ട്രാൻസ്ഫർ ചെയ്യാം, അല്ലെങ്കിൽ QR കോഡ് ഉപയോഗിച്ച് ട്രാൻസ്ഫർ ചെയ്യാം, അല്ലെങ്കിൽ വെർച്വൽ പേയ്മെന്റ് അഡ്രസ് ഉപയോഗിച്ച് നമുക്ക് ഇപ്പൊ നമുക്കാണല്ലോ ഓരോ ആപ്പിന്റെ ഓരോ അഡ്രസ്സുകൾ ഈ പറഞ്ഞ പോലെ ഫോൺ പേ ആയിട്ട് YBL എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്കൊരു അഡ്രസ് ഉണ്ടാവുമല്ലോ, വെർച്വൽ പേയ്മെന്റ് അഡ്രസ് ഉണ്ടാവും. ആ വെർച്വൽ പേയ്മെന്റ് അഡ്രസ് ഉപയോഗിച്ച് ട്രാൻസ്ഫർ ചെയ്യാം. ഇങ്ങനെയുള്ള പല മെത്തേഡിലൂടെ നമുക്കിപ്പം അക്കൗണ്ട് നമ്പർ ഉണ്ടാവണമെന്നതിന് നിർബന്ധമില്ല. അപ്പൊ പല മെത്തേഡിലൂടെ നമുക്ക് ഒരു അക്കൗണ്ടിൽ നിന്ന് മറ്റൊരു അക്കൗണ്ടിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ദെൻ ഈ പറഞ്ഞ പോലെ UPI ട്രാൻസാക്ഷൻസ് നമുക്ക് 24/7 ട്രാൻസാക്ഷൻ പോസിബിൾ ആണ്. മറ്റേ പറഞ്ഞ പോലെ ബാങ്കിൽ ചെല്ലണം, ബാങ്കിങ് അവേഴ്സിലൊക്കെ ആയിരുന്നു പണ്ട് കാലം നമുക്ക് ഒരു വ്യക്തിയുടെ അക്കൗണ്ടിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുമായിരുന്നു. ഇപ്പോൾ UPI വന്നു കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് 24/7 ഈ പറഞ്ഞ ത്രൂ ഔട്ട് 24 hours നമുക്ക് പൈസ വേണമെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇങ്ങനെ ഒരുപാടധികം ബെനിഫിറ്റ് വന്നത് UPIയുടെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, ഇതിനടുത്ത NPCI കൂടെ കുറിച്ച് നമുക്ക് അറിഞ്ഞിരിക്കാം. സോ NPCI എന്ന് പറയുമ്പോൾ ഇത്തരത്തിൽ ഈ പറഞ്ഞ പോലെ പേയ്മെന്റുകൾ നടത്താനായിട്ട് നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ഓർഗനൈസേഷൻ ആണ്. ഈ ഒരു ഓർഗനൈസേഷൻ നമുക്ക് നിലവിൽ വന്ന് ഈ പറഞ്ഞ പോലെ ത്രൂ RBIയുടെ ഇനീഷ്യേറ്റീവ് ആയിരുന്നു. RBI ആൻഡ് ഇന്ത്യൻ ബാങ്ക് അസോസിയേഷന്റെ ഇനീഷ്യേറ്റീവിലൂടെയാണ് അണ്ടർ ദ പ്രൊവിഷൻസ് ഓഫ് പേയ്മെന്റ് ആൻഡ് സെറ്റിൽമെന്റ് സിസ്റ്റം ആക്ട് ഓഫ് 2007. പേയ്മെന്റ് ആൻഡ് സെറ്റിൽമെന്റ് സിസ്റ്റം ആക്ട് 2007 പ്രകാരം ഇവിടെ രൂപീകരിച്ച ബോഡിയാണ് NPCI. NPCI രൂപീകരിച്ചാണ് UPI എന്നുള്ളത്. ആൻഡ് അത് റെഗുലേറ്റ് ചെയ്തിരിക്കുന്നത് RBI ആണെന്നുള്ള കാര്യം ഓർക്കുക. സോ NPCI ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് കമ്പനി ആയിട്ടാണ് നമ്മൾ രൂപീകരിച്ചിരിക്കുന്നത് വിത്ത് 10 മെയിൻ പ്രൊമോട്ടർ ബാങ്ക്. 10 പ്രൊമോട്ടർ ബാങ്ക് ഇതിലുണ്ട്. ഏതൊക്കെയാണ് 10 പ്രൊമോട്ടർ ബാങ്ക് എന്ന് അറിഞ്ഞിരിക്കണം? പഞ്ചാബ് നാഷണൽ ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, കാനറ ബാങ്ക്, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് ബറോഡ, ICICI, ബാങ്ക് ഓഫ് ഇന്ത്യ, HSBC, സിറ്റി ബാങ്ക് ആൻഡ് HDFC ബാങ്ക്. ഇത്രയും 10 ബാങ്കുകളുടെ പ്രൊമോട്ടർഷിപ്പിൽ നിൽക്കുന്നതാണ് NPCI. നോട്ട് ഫോർ പ്രോഫിറ്റ് കമ്പനി ആയിട്ട് റെഗുലേറ്റ് ചെയ്തിരിക്കുന്നതാണ്. സോ ഇത്രയും കാര്യമാണ് ഈ ഒരു ആർട്ടിക്കിളിൽ നമുക്ക് പ്രിലിംസിന്റെയും മെയിൻസിന്റെയും പോയിന്റ് ഓഫ് വ്യൂ കൃത്യമായിട്ടും പഠിക്കാനായിട്ടുണ്ടായിരുന്നു. ദെൻ നമുക്ക് രണ്ടാമത്തെ ആർട്ടിക്കിളിലേക്ക് മൂവ് ഓൺ ചെയ്യാം. രണ്ടാമത്തെ ആർട്ടിക്കിളിൽ കറൻസി കൺസേൺസിനെ കുറിച്ചിട്ടാണ് മെയിൻലി ഡീൽ ചെയ്തിരിക്കുന്നത്. ഈ കറൻസി കൺസേൺസ് ഞാൻ ഓൾറെഡി നേരത്തെ തുടക്കത്തിൽ നിന്ന് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നിലവിൽ പറയുവാണെങ്കിൽ ഇന്ത്യയിലെ കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ ഈ പറഞ്ഞ പോലെ കറൻസിയുടെ അവസ്ഥ എന്ന് പറയുകയാണെങ്കിൽ ചരിത്രത്തിൽ തന്നെ ഓൾ ടൈം ലോ ആണ് അല്ലെ. ഇപ്പം അപ്രോക്സിമേറ്റ്ലി നിൽക്കുന്ന 85.53 റുപ്പീസിലാണ്. $1 85.53 നിൽക്കുന്നത്. വിച്ച് മീൻസ് ഈ പറഞ്ഞ പണ്ട് ഇപ്പം 84 നിന്ന് 85 മാറുമ്പോൾ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന റുപ്പിക്ക് ഡിപ്രീസിയേഷൻ ആണ് ആക്ച്വലി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. റുപ്പീസ് ആക്ച്വലി ഡിപ്രീഷിയേറ്റിംഗ് അഗെയിൻസ്റ്റ് ഡോളർ. ഇന്ത്യൻ രൂപയുടെ വാല്യൂ ഡോളറിനെതിരെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇതിനെയാണ് ഈ പറഞ്ഞ പോലെ ഡിപ്രീസിയേഷൻ സൂചിപ്പിക്കുന്നത്. ഇപ്പൊ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്ന എക്സാമ്പിൾ ആയിട്ട് ഞാൻ മനസ്സിലാക്കാനായിട്ട് $1 ഈ പറഞ്ഞ പോലെ 80 രൂപ എന്നുണ്ട്. നമുക്ക് എക്സാമ്പിൾ ആണ് 80 രൂപ എന്നുള്ളത്. ഇനിയിപ്പോൾ $1 എന്നുള്ളത് ഈ പറഞ്ഞ പോലെ 86 രൂപയിലേക്ക് മാറുമ്പോഴാണ് നമ്മൾ ഡിപ്രീസിയേഷൻ സൂചിപ്പിക്കുന്നത്. അപ്പൊ ആദ്യം തന്നെ ഇതിന്റെ ഈ പറഞ്ഞ പോലെ കാരണങ്ങൾ പറഞ്ഞുതരാം. എന്തുകൊണ്ടാണ് ഇന്ത്യൻ റുപ്പിയെ നിലവിൽ ഡിപ്രീഷിയേറ്റ് ചെയ്യുന്നത്? നമ്മൾ ക്ലാസ്സിൽ പഠിക്കുന്നതാണ് എപ്പോഴാണ് റുപ്പി ഡിപ്രീഷിയേറ്റ് ചെയ്യുന്നത് ചോദിച്ചാൽ വെൻ ദ ഔട്ട്ഫ്ലോ ഓഫ് ഡോളർ ഒക്കേഴ്സ്. ഇവിടെ നിന്ന് ഇന്ത്യയിൽ നിന്നും പുറത്തേക്ക് ഈ പറഞ്ഞ പോലെ ഡോളർ പോകുമ്പോഴേക്കാണ് ഔട്ട്ഫ്ലോ സംഭവിക്കുമ്പോഴേക്കാണ് ഔട്ട്ഫ്ലോ സംഭവിക്കുമ്പോഴാണ് ഈ പറഞ്ഞ പോലെ ഡോളർ എന്ത് ചെയ്യുന്നത്? ഡിപ്രീഷിയേറ്റ് ചെയ്യുന്നത്. ബിക്കോസ് ഔട്ട്ഫ്ലോയുടെ സമയത്ത് ഡിമാൻഡ് ഫോർ ഡോളർ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഡിമാൻഡ് ഫോർ ഡോളർ ഇൻക്രീസ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ഈ പറഞ്ഞ റുപ്പിയുടെ വില നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. ഇവിടെ എന്തുകൊണ്ടാണ് ഔട്ട്ഫ്ലോ സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് US എലക്ഷൻസ് അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. ഒന്നാമത്തെ കാര്യം US എലക്ഷൻസ് ആണ്. US എലക്ഷൻ സംഭവിച്ചപ്പോൾ നമുക്കറിയാം റീസെന്റ് അടുത്ത ഈ പറഞ്ഞ ജനുവരി 24 തീയതിയാണ് ട്രംപ് അവിടെ അധികാരത്തിലേക്കാണ്. ട്രംപിന്റെ പോളിസി എപ്പോഴും എന്തായിരിക്കും വെച്ച് കഴിഞ്ഞാൽ അമേരിക്ക വൺ അല്ലെങ്കിൽ അമേരിക്ക ഫസ്റ്റ് എന്നുള്ളൊരു പോളിസിയാണ് ട്രംപ് എപ്പോഴും മുന്നോട്ട് വെക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ട്രംപ് അധികാരത്തിലേറി കഴിയുമ്പോഴേക്കും അമേരിക്കൻ എക്കണോമിയെ സ്ട്രെങ്തൻ ചെയ്യുന്ന ഒരുപാട് നിലപാടുകൾ ഉണ്ടായേക്കാമെന്ന് ഇപ്പോൾ ആളുകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് എക്കണോമി അവിടെ റിവൈവ് ആയേക്കാന്നുള്ളതും അതുകൊണ്ട് തന്നെ ഇപ്പം ലോകത്തിന്റെ ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും US ഫണ്ട് തിരികെ എത്തുന്നുണ്ട്. അപ്പോൾ ഇന്ത്യ ഉൾപ്പെടുന്ന രാജ്യങ്ങളിൽ നിന്നെല്ലാം ഫണ്ട് തിരികെ US പോകുമ്പോഴേക്കും ഔട്ട്ഫ്ലോ ഓഫ് ഡോളേഴ്സ് ഒക്കെ ചെയ്യുന്നുണ്ട്. ആൻഡ് ഇറ്റ് വിൽ ലീഡ് ടു ഡിപ്രീസിയേഷൻ ഓഫ് ഇന്ത്യൻ കറൻസി. ഒന്നാമത്തെ കാര്യം US ഇലക്ഷൻ ആണ്. രണ്ടാമത്തെ കാര്യം ഈ പറഞ്ഞ പോലെ ചൈനയുടെ എക്കണോമിയുടെ റീവാമ്പ് ആണ്. ബിക്കോസ് ചൈനയുടെ നിലവിൽ ഈ പറഞ്ഞ പോലെ ഒരുപാടധികം എക്കണോമിക് സ്ലോ ഡൗൺ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫേസ് ആയിരുന്നു. അപ്പൊ അതിൽ നിന്നും കരകയറുന്നതിന്റെ ഭാഗമായിട്ട് ചൈനീസ് എക്കണോമിയെ ചൈനീസ് ഗവൺമെന്റ് അവിടെ സ്ട്രെങ്തൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സ്ട്രെങ്തൻ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടും ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് കാരണം ബെറ്റർ ആയിട്ടുള്ള സ്ട്രെങ്തൻ നടന്നുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങളിലേക്ക് അല്ലെങ്കിൽ സ്ഥലങ്ങളിലേക്ക് കറൻസീസ് എപ്പോഴും പൊക്കോണ്ടിരിക്കും. അപ്പൊ അവിടങ്ങളിൽ ഇപ്പം ചൈനയിൽ ആ ഒരു പ്രോസസ് നടന്നുകൊണ്ടിരിക്കുന്ന കാരണം ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ നിന്നെല്ലാം ഫണ്ട് ചൈനീസ് എക്കണോമിക് മാർക്കറ്റിലേക്കും ഫണ്ട് പോകുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ പുറത്തേക്ക് ഫണ്ട് ഒഴുകുമ്പോൾ എപ്പോഴും നമ്മുടെ ലോക്കൽ കറൻസിക്ക് ഡിപ്രീസിയേഷൻ സംഭവിക്കും. അപ്പൊ ഈ രണ്ട് പ്രധാനപ്പെട്ട കാരണമാണ് നിലവിൽ ഇന്ത്യൻ കറൻസി ഡിപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇനി ഉണ്ടാകുന്ന എഫക്ട് എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നോക്കിയോ ഇപ്പം ഡിപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്കും നമ്മൾ ഇന്നലെ വരെ 80 രൂപയ്ക്ക് ഇറക്കിക്കൊണ്ടിരുന്ന ഒരു വസ്തു ഇമ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു വസ്തുവിന് നാളെ തൊട്ടിട്ട് 86 രൂപ കൊടുക്കേണ്ട സിറ്റുവേഷൻ വരും. വിച്ച് മീൻസ് നമ്മുടെ ഇമ്പോർട്ട് കോസ്റ്റ് എന്ത് സംഭവിക്കും? ഇമ്പോർട്ട് കോസ്റ്റ്
വർദ്ധിക്കാനിടയുണ്ട്. അപ്പോൾ ഇമ്പോർട്ട് കോസ്റ്റ് വർദ്ധിച്ചേക്കാം. സോ ഇമ്പോർട്ട് കോസ്റ്റ് വർദ്ധിക്കുമ്പോൾ നോർമലി നമ്മൾ തിയറട്ടിക്കലി പറയുന്നതാണ് രാജ്യങ്ങൾ ഇമ്പോർട്ട് കുറയ്ക്കുമെന്നുള്ള കാര്യത്തിൽ. പക്ഷേ ഇന്ത്യ പോലുള്ള രാജ്യം നമുക്കറിയാം നെറ്റ് ഇമ്പോർട്ടർ കൺട്രിയാണ്. നമുക്ക് ഒരുപാട് സാധനങ്ങൾ വിദേശത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് ഇറക്കുമതി ചെയ്താണ് നമ്മളിവിടെ കഴിയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ഈ വക സാധനങ്ങളെല്ലാം ഇറക്കുമതി കുറയ്ക്കാൻ പറ്റത്തില്ല, വളരെ ബുദ്ധിമുട്ടുണ്ട്. എസ്പെഷ്യലി പറഞ്ഞാൽ ക്രൂഡ് ഓയിൽ, കോള്, ഈ വക സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ ആവശ്യമാണ്. അതുകൊണ്ട് നമുക്ക് ഇറക്കുമതി ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയുടെ ഇമ്പോർട്ട് കോസ്റ്റും അതിനനുസരിച്ച് വർദ്ധിക്കും. നോർമലി തിയറട്ടിക്കൽ പറയുന്നത് ഇമ്പോർട്ട് കോസ്റ്റ് കുറയ്ക്കണം, ആൾക്കാർ അതൊക്കെ ഇമ്പോർട്ട് കുറയ്ക്കും. പക്ഷെ ഇന്ത്യ പോലൊരു രാജ്യത്തിനെ സംബന്ധിച്ച് ഇമ്പോർട്ട് അത് നമുക്ക് കുറയ്ക്കാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഇമ്പോർട്ട് കോസ്റ്റും വർദ്ധിക്കും. നേരെ തിരിച്ച് തിയറട്ടിക്കലി നമ്മൾ പഠിക്കുന്നതാണ് ഡ്യൂറിംഗ് ദ ടൈം ഓഫ് ഡിപ്രീസിയേഷൻ എക്സ്പോർട്ട് വർദ്ധിക്കാം. ബിക്കോസ് ഇപ്പം 80 രൂപയുടെ പുറത്ത് 80 രൂപയ്ക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് കൊടുത്തോണ്ടിരുന്ന ഒരു സാധനത്തിന് ഇനി മുതൽ നമുക്ക് 86 രൂപ കിട്ടും. അപ്പൊ ഇവിടുന്ന് കൂടുതൽ എക്സ്പോർട്ട് പോകേണ്ടതാണ്. പക്ഷേ ഇന്ത്യ പോലൊരു രാജ്യത്ത് ഇതധികം നടക്കാറില്ല. ഇതെല്ലാം തിയറട്ടി, നമ്മൾ എക്കണോമിക്സിൽ തിയറട്ടിക്കലി പോലെ പഠിക്കുന്ന കാര്യങ്ങൾ മാർക്കറ്റിൽ ആക്ച്വലി നടക്കുന്ന ഒരു നിർബന്ധമില്ല. അതൊക്കെ ഓരോ രാജ്യം അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഇന്ത്യയിൽ റുപ്പി ഡിപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ പ്രശ്നം ഉണ്ടാകാറുള്ളത് കാരണം നമ്മുടെ ഇമ്പോർട്ട് കോസ്റ്റ് വർദ്ധിക്കും. അതേസമയം നമ്മുടെ എക്സ്പോർട്ട് അധികം ഒന്നും വർദ്ധിക്കത്തില്ല. ഒരു ചെറിയൊരു നോമിനൽ വേരിയേഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലാതെ ഒരുപാടൊന്നും വർദ്ധിക്കത്തില്ല. അപ്പൊ ഈ എക്സ്പോർട്ടിന്റെ കാര്യത്തിൽ നോമിനൽ ഇൻക്രീസ് ആണ്, വലിയ കൂടുതൽ വർധനയൊന്നും കാണാറില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇമ്പോർട്ട് കൂടുതലായിട്ട് വർദ്ധിക്കുന്നു, എക്സ്പോർട്ട് അതിനനുസരിച്ച് വർദ്ധിക്കാത്തത് കാരണം തന്നെ ഇവിടെ ഡെഫിസിറ്റ് വർദ്ധിക്കും. എസ്പെഷ്യലി നമ്മുടെ ട്രേഡിന്റെ കാര്യത്തിൽ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് ഈ പറഞ്ഞ പോലെ ഇന്ത്യയിൽ വർദ്ധിക്കാനുള്ള, വൈഡൻ ചെയ്യാനുള്ള, അല്ലെങ്കിൽ ഡീപ്പൻ ചെയ്യാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. ഇതാണ് ഈ ഒരു ആർട്ടിക്കിൾ എഴുതിയിരിക്കുന്നത്. ഇന്ത്യയുടെ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് ഈ പറഞ്ഞ പോലെ ഡീപ്പൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരു വൈഡൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബിക്കോസ് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇന്ത്യയുടെ ഇമ്പോർട്ട് കോസ്റ്റ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്, കമ്പയർ ടു എക്സ്പോർട്ടിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ട് കോസ്റ്റ് വർദ്ധിക്കുന്ന കാരണം തന്നെ നമ്മുടെ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് വർദ്ധിക്കുക എന്ന് പറയുമ്പോൾ സ്റ്റിൽ ഔട്ട്ഫ്ലോ ഓഫ് ഡോളേഴ്സ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതും വീണ്ടും എന്തിലേക്ക് നയിക്കും? വീണ്ടും ഈ പറഞ്ഞ പോലെ റുപ്പി ഡിപ്രീസിയേഷനിലേക്ക് നയിക്കും. അപ്പോൾ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും സെൻട്രൽ ബാങ്കിന് എന്ത് ചെയ്യേണ്ടി വരും? മാർക്കറ്റിൽ ഇന്റർവ്യൂൻ ചെയ്യേണ്ടി വരും. മാർക്കറ്റിൽ ഈ പറഞ്ഞ പോലെ സെൻട്രൽ ബാങ്ക് പകരം ഡോളർ കിട്ടാനില്ല. അപ്പൊ മാർക്കറ്റിലേക്ക് സെൻട്രൽ ബാങ്ക് ഈ പറഞ്ഞ പോലെ സെൻട്രൽ ബാങ്ക് ഈ പറഞ്ഞ പോലെ മാർക്കറ്റിലേക്ക് വന്നിട്ട് ഡോളർ പമ്പ് ചെയ്യും. ഓക്കെ, ഡോളർ പമ്പ് ചെയ്യും. മാർക്കറ്റിൽ നിന്ന് എന്താ ഒരു തിരികെ മേടിച്ചെടുക്കും? ഇന്ത്യൻ റുപ്പി മേടിച്ചെടുക്കും. അപ്പൊ ഇങ്ങനെ ഡോളർ മാർക്കറ്റിലേക്ക് പമ്പ് ചെയ്യുമ്പോൾ സെൻട്രൽ ബാങ്കിന് RBI ഈ പറഞ്ഞ പോലെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് വെക്കുന്നത്. ഈ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് എന്ത് സംഭവിക്കും? ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് കുറയാൻ തുടങ്ങും. കാരണം അതിന്റെ സൂക്ഷിച്ചിരിക്കുന്ന ഡോളർ എടുത്തല്ലേ ഈ മാർക്കറ്റിലേക്ക് കൊടുത്തോണ്ടിരിക്കുന്നത്. അപ്പൊ ഇന്ത്യയുടെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് ഡിപ്ലീറ്റ് ആകാനുള്ള, അല്ലെങ്കിൽ റെഡ്യൂസ് ആകാനുള്ള ചാൻസസും ഇത് വളരെ വളരെ കൂടുതൽ പ്രശ്നം സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള രീതിയിലാണ് ഇപ്പൊ മാർക്കറ്റ് കടന്നു പൊക്കോണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, എന്തുകൊണ്ടാണ് ഡ്യൂറിംഗ് ദ ടൈം ഓഫ് റുപ്പി ഡിപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഇന്ത്യൻ റുപ്പിക്ക് മാത്രം എന്തുകൊണ്ട് ഈ പറഞ്ഞു നമുക്ക് കൂടുതൽ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ കണക്ട് ചെയ്ത് പഠിക്കേണ്ട ഒരു ടേം ആണ് റിയർ, അഥവാ റിയൽ എഫക്റ്റീവ് എക്സ്ചേഞ്ച് റേറ്റ്. ഇപ്പൊ ഇന്നലെ ശരിക്കും പറഞ്ഞാൽ RBIയുടെ ഒരു റിപ്പോർട്ട് ഇറക്കിയിട്ടുണ്ടായിരുന്നു, ഇന്ത്യൻ കറൻസിയുടെ റിയറിന്റെ അവസ്ഥ, റിയൽ എഫക്റ്റീവ് എക്സ്ചേഞ്ച് റേറ്റിന്റെ അവസ്ഥയെ കുറിച്ചുള്ള റിപ്പോർട്ട് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ട് നമുക്ക് കറക്റ്റ് ചെയ്ത് പറയാൻ പറ്റുന്നതാണ് ഇന്ത്യൻ കറൻസി പറഞ്ഞ പോലെ ഓവർ വാല്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ചൊക്കെ ഈ പറഞ്ഞ കറൻസിയുടെ താഴ്ത്തി വെച്ചിരിക്കുക. ഈ താഴ്ത്തി വെച്ചിരിക്കുന്ന കാരണം നമുക്ക് നിലവിൽ ഈ പറഞ്ഞ എക്സ്പോർട്ടിന്റെ കോമ്പറ്റീറ്റീവ്നെസ് കുറവാണ്. ഇമ്പോർട്ടിന് ഈ പറഞ്ഞ പോലെ കുറച്ച് ബെനിഫിറ്റ് കൊടുക്കാനായിട്ട്, കാരണം നമുക്ക് ഇമ്പോർട്ട് അധികം ചെയ്തിരിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇമ്പോർട്ടിന് ചെറിയ വില കൂടാതിരിക്കാനായിട്ട് നമ്മൾ ഓവർ വാല്യൂ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പ്രശ്നം കാരണമാണ് നമുക്ക് ഇവിടെ നിന്ന് അധികം എക്സ്പോർട്ട് കയറി പോകാത്തത്. അപ്പൊ നമുക്ക് അടുത്ത സ്ലൈഡ് പഠിക്കാം. എന്തായാലും ഇത്രയും പറഞ്ഞ കാര്യം ക്ലിയർ ആണല്ലോ. എന്തുകൊണ്ടാണ് നമ്മൾ നിലവിൽ റുപ്പി ഡിപ്രീഷിയേറ്റ് ചെയ്യുന്നതിന്റെ കാരണങ്ങൾ? US-ന്റെ ഇലക്ഷൻസ്, ചൈനയുടെ മാർക്കറ്റ് സ്ട്രെങ്തനിങ്. പിന്നെ ഇങ്ങനെ വന്നു കഴിയുമ്പോഴേക്കും നമുക്ക് ഇന്ത്യയിൽ ഈ പറഞ്ഞ ഇമ്പോർട്ട് കോസ്റ്റ് വർദ്ധിക്കുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞു. കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് വർദ്ധിക്കും. അതിനെ കീപ്പ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഈ പറഞ്ഞത് വീണ്ടും ഡോളറിനെ ഡിപ്രീഷിയേറ്റ് ചെയ്യും. അതിനെ പിടിച്ചു നിർത്തുന്നതിന്റെ ഭാഗമായിട്ട് സെൻട്രൽ ബാങ്കിന് നമുക്ക് RBIക്ക് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവിൽ നിന്ന് മാർക്കറ്റിലേക്ക് ഡോളറിനെ സെല്ല് ചെയ്യേണ്ടി വരും. ആ സെല്ല് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് കുറയാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇനി ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് അടുത്ത ആ ഒരു റിയൽ എഫക്റ്റീവ് എക്സ്ചേഞ്ച് റേറ്റിനെ കുറിച്ചിട്ടുള്ള കാര്യം മനസ്സിലാക്കാം. അതായത് ഇപ്പം റിയൽ എഫക്റ്റീവ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് കാര്യങ്ങളുണ്ടല്ലോ, നീറും ഉണ്ട്, റിയറും ഉണ്ട്. നീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോമിനൽ എഫക്റ്റീവ് എക്സ്ചേഞ്ച് റേറ്റ് ആണ്. നോമിനൽ മീൻസ് നമുക്ക് മാർക്കറ്റിൽ കാണുന്നത്, ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു, $1 80 രൂപ, അല്ലെങ്കിൽ നാളെ $1 85 രൂപ, ഇങ്ങനെ മാർക്കറ്റിലെ എക്സ്ചേഞ്ച് റേറ്റ് ആണ് നോമിനൽ എക്സ്ചേഞ്ച് റേറ്റ്. ഇത് നമ്മൾ ട്രേഡ് ചെയ്യുന്ന പ്രധാനപ്പെട്ട രാജ്യങ്ങളായിട്ട് ഓൾമോസ്റ്റ് 40 രാജ്യങ്ങളുടെ ഇൻഡെക്സ് ഉണ്ട്. അതിന്റെ ഒരു വെയിറ്റഡ് ആവറേജ് എടുത്തു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് എഫക്റ്റീവ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത്, നോമിനൽ എഫക്റ്റീവ് എക്സ്ചേഞ്ച് റേറ്റ്. ഇപ്പൊ ഇവിടെ മാർക്കറ്റിലെ കറൻസീസിന്റെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ കയറി വരുന്ന കാരണം ഇൻഫ്ലേഷൻ അതിനകത്ത് ആഡഡ് ആണ്. നീറിനകത്ത് ഇൻഫ്ലേഷൻ ആഡഡ് ആണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ റീറിനകത്ത് എന്താ സംഭവിച്ചത്? ഇൻഫ്ലേഷൻ ഈ പറഞ്ഞ പോലെ അഡ്ജസ്റ്റഡ് ആണ്. എങ്ങനെയാണ് ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റീർ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിലെ കറൻസീസ് വെച്ചിട്ടില്ല, നമ്മൾ രണ്ട് രാജ്യത്തിന്റെ ഈ പറഞ്ഞ പോലെ കറൻസി ബാസ്ക്കറ്റ് എടുത്ത് നോക്കുന്നത്. അതായത് ഇപ്പം ഇത് US ആണെന്ന് വിചാരിച്ചു, US ആണ്, ഇത് ഇന്ത്യയാണ്. അപ്പൊ ഈ രണ്ട് രാജ്യങ്ങളിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരേപോലത്തെ സാധനം, ഇപ്പൊ എന്തെങ്കിലും പേന ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സെവനപ്പ് എന്ന് പറയുമ്പോൾ ഇന്ത്യയിലുണ്ട്, ഈ പറഞ്ഞ പോലെ US-ലുണ്ടല്ലോ. അപ്പൊ ആ ഒരു സെവനപ്പ് മേടിക്കാനായിട്ട് ഒരേ അളവ്, ഒരേ സൈസ് ബോട്ടിലാണ്. ആ ഒരു ബോട്ടിൽ
സെവലം മേടിക്കാനായിട്ട് നമുക്ക് US ചിലവാകുന്നത് $1 എന്ന് വിചാരിച്ചു. ഇന്ത്യയിൽ ചിലവാകുന്നത് 50 രൂപയാണെങ്കിൽ ₹50 ആണെങ്കിൽ നമ്മൾ ഇവിടെ പറയും ഈ പറയുന്ന എക്സ്ചേഞ്ച് റേറ്റ് $1 ഈസ് ഈക്വൽ, കാരണം സെയിം വസ്തു തന്നെയല്ലേ, അവിടെ $1 ചിലവാക്കുന്നു, ഇന്ത്യയിൽ ഈ പറഞ്ഞ 50 രൂപ ചിലവാക്കുന്നു, അപ്പൊ നമ്മൾ പറയും $1 ഈ ഇക്വേഷന്റെ പറയുന്ന പേരാണ് ഈ ഇക്വേഷനെ പറയുന്ന പേരാണ് റിയൽ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ ഞാൻ ഒരു രാജ്യം എടുത്തുള്ളൂ, US ഇന്ത്യ തമ്മിൽ എടുത്തുള്ളൂ, ഒരു രാജ്യം പരസ്പരം കമ്പാരിസൺ, അതുകൊണ്ടാണ് ഞാൻ റിയൽ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ നമ്മൾ US എടുത്തു, ഇന്ത്യൻ കറൻസി US കമ്പയർ ചെയ്തു, അതുപോലെ ചൈനീസ് കറൻസിയോട് കമ്പയർ ചെയ്തു, ജാപ്പനീസ് കറൻസിയോട് കമ്പയർ ചെയ്തു. അങ്ങനെ ഇന്ത്യ പ്രധാനമായിട്ടും ട്രേഡ് ചെയ്യുന്ന മിക്ക രാജ്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്തിട്ട് ഇതിന്റെ എല്ലാം കൂടെ ഒരു വെയിറ്റഡ് ആവറേജ് എടുക്കുമ്പോഴാണ് നമ്മളിവിടെ റിയൽ എഫക്റ്റീവ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത്. ഉദ്ദേശിച്ച് ഇത്രേ ഉള്ളൂ, നമ്മുടെ ഇവിടെ കണ്ടോ ഒരേ രാജ്യത്തെ രണ്ട് വസ്തുക്കൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കറൻസീസിന്റെ ഡിമാൻഡ് സപ്ലൈ നമ്മൾ ഒഴിവാക്കി, അപ്പൊ ആ കറൻസീസിന് ഉണ്ടാകുന്ന ഇൻഫ്ലേഷൻ നമ്മൾ ഒഴിവാക്കി. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുമ്പോഴേ കൃത്യമായിട്ടും ഒരേപോലത്തെ സാധനങ്ങൾ രണ്ട് രാജ്യങ്ങളിൽ വാങ്ങുന്നതിന്റെ ചെലവിനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, വിച്ച് ഇസ് നത്തിങ് ബട്ട് പർച്ചേസിംഗ് പവർ പാരിറ്റി. സോ റിയൽ എഫക്റ്റീവ് എക്സ്ചേഞ്ച് റേറ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ് പർച്ചേസിംഗ് പവർ പാരിറ്റി ആണ്. ദാറ്റ് ടു അഡ്ജസ്റ്റഡ് മെഷർ ഓഫ് കോമ്പറ്റീറ്റേഴ്സ് ആണ്. അതായത് ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റഡ് ആയിട്ടുള്ള മെഷർ ആണ് ഏതിലൂടെ നമുക്ക് കിട്ടുന്ന റിയൽ എഫക്റ്റീവ് എക്സ്ചേഞ്ച് റേറ്റ് കിട്ടുന്ന എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. സോ റിയൽ എഫക്റ്റീവ് എക്സ്ചേഞ്ച് റേറ്റ് അഡ്ജസ്റ്റ് ഫോർ റിലേറ്റീവ് പ്രൈസ് ലെവൽ, ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് ബിറ്റ്വീൻ ഡൊമസ്റ്റിക് ആൻഡ് ഫോറിൻ എക്കണോമീസ്. പക്ഷേ നീറിനകത്ത് ഇൻഫ്ലേഷൻ ആഡഡ് ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കണം. ഇനി ഇവിടെ നോക്കേണ്ട ഒരു കാര്യം, അപ്പൊ നമുക്ക് രണ്ട് രാജ്യങ്ങളിൽ ഈ പറഞ്ഞ പോലെ സാധനങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സ് മനസ്സിലാക്കണമെങ്കിൽ റിയർ ആണ് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. ഈ റിയർ വാല്യൂ അനുസരിച്ചിരിക്കും ആ രാജ്യത്തുള്ള കൂടുതൽ എക്സ്പോർട്ട് നടക്കുമോ എന്നുള്ള കാര്യം ഡിറ്റർമൈൻ ചെയ്യുന്നത്. നിലവിൽ നമ്മുടെ റിയറിന്റെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ പ്രശ്നമാണ്. ബിക്കോസ് വാല്യൂ എബോവ് 100, റിയറിന്റെ വാല്യൂ എബോവ് 100 സൂചിപ്പിച്ച് നമ്മുടെ കറൻസീസ് ഈ പറഞ്ഞ പോലെ ഓവർ വാല്യൂഡ് ആണ്, വിച്ച് മീൻസ് നത്തിങ് ബട്ട് നമ്മുടെ കറൻസി അപ്രീഷിയേഷൻ ചെയ്ത് വെച്ചിരിക്കുക എന്നുള്ള കാര്യം ഓർത്തിരിക്കും. ഇപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ 86 എന്നുള്ളത് ഡിപ്രീഷിയേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ 86 അല്ല നമുക്ക് വരേണ്ടത്, അതിന് മുകളിലേക്കുള്ള ഒരു വില, ഇപ്പം 88, 90 ആ നിലയിലേക്ക് എത്തി നിൽക്കേണ്ട. പക്ഷേ ഇങ്ങനെ ഒരുപാട് പ്രശ്നം വരാതിരിക്കാനായിട്ട് RBI മാർക്കറ്റിൽ ഇന്റർവ്യൂ ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് 86 രൂപയിലേക്ക് പിടിച്ചു നിർത്താൻ സാധിച്ചത്. അപ്പം എന്തായിരുന്നു അവസ്ഥയാകേണ്ടത്, ഇപ്പം ഇത്രയും ഹൈ ലെവലിലേക്ക് വരേണ്ടിയിരുന്നതിനെ നമ്മൾ പിടിച്ച് ഈ ലോ ലെവലിലേക്ക് നിർത്തിയിരിക്കുക. ഇതിന് പറയുന്ന പേരാണ് അണ്ടർ വാല്യുവേഷൻ എന്ന് പറയുന്നത്. സോ ഇത്രയും ഈ ലെവലിലേക്ക് താത്തി നിർത്തിയിരിക്കുന്ന പറയുന്ന പേരാണ് ഓവർ വാല്യുവേഷൻ. സോ ആ ഒരു ഓവർ വാല്യൂ ചെയ്ത് ഈ പറഞ്ഞ പോലെ നമ്മൾ നിർത്തിയിരിക്കുകയാണ്. ഇന്ത്യൻ റുപ്പി പറഞ്ഞ നമ്മൾ ഓവർ വാല്യൂ ചെയ്ത്, അതായത് ശരിക്കും പറഞ്ഞാൽ ഇത്തരത്തിൽ 88 രൂപയിലേക്ക് നിൽക്കേണ്ടതായിരുന്നു. പക്ഷേ അതിന് നമ്മൾ ഇച്ചിരി വാല്യൂ കയറ്റി നിർത്തിയിരിക്കുക. വാല്യൂ കയറ്റി നിർത്തി ഈ പറഞ്ഞ പോലെ 86 രൂപയിലേക്ക് ഇപ്പം പിടിച്ച് നിർത്തിയിരിക്കുകയാണ്. ഇറ്റ്സ് കോൾ ഓവർ വാല്യുവേഷൻ. നേരെ തിരിച്ചതിന്റെ മുകളിലേക്ക് 88 മുകളിലേക്ക് പോകുകയാണെങ്കിൽ ഇറ്റ്സ് കോൾ അണ്ടർ വാല്യുവേഷൻ എന്നും പലപ്പോഴും പറയാറുണ്ട്. സോ ഇങ്ങനെ ഓവർ വാല്യൂ ചെയ്ത് നിർത്തിയിരിക്കുന്ന അവസ്ഥയാണ് ഇന്ത്യയുടെ കറൻസി. ഇപ്പം 108 പോയിന്റ് ആണ് ഇപ്പൊ ഇന്ത്യയുടെ കറൻസി. ഇപ്പം ലാസ്റ്റ് നവംബർ 2024 കണക്ക് പ്രകാരം ഒക്ടോബറിൽ അത് 107 രൂപ 20 പൈസയായിരുന്നു. സോ ആ ഒരു എബോവ് 100 സൂചിപ്പിക്കും. ഇപ്പം നിലവിൽ പറയുകയാണെങ്കിൽ 8% നമ്മുടെ കറൻസി എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഓവർ വാല്യൂഡ് ആണ്. ഇപ്പൊ ഈ ഓവർ വാല്യൂ ചെയ്ത് നിൽക്കുമ്പോൾ എന്ന് പറയുമ്പോൾ എന്തിനാണ് ഓവർ വാല്യൂ? ഓവർ വാല്യൂ എന്നാണ് അപ്രീസിയേഷൻ പോലെ കണക്കാക്കിയാൽ മതി. അപ്രീഷിയേറ്റ് നിൽക്കുമ്പോൾ ഇമ്പോർട്ടിന്റെ കോസ്റ്റ് കുറയും, പക്ഷേ ഈ പറഞ്ഞ എക്സ്പോർട്ട് ഈ പറഞ്ഞ പോലെ നമുക്ക് കോമ്പറ്റീഷൻ കുറയും. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ഓവർ വാല്യൂ ചെയ്ത് നിൽക്കുന്ന സമയങ്ങളിൽ ഇന്ത്യയിൽ നിന്ന് ഒരുപാട് എക്സ്പോർട്ട് കയറി പോകത്തില്ല. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, ഇന്ത്യയിൽ നിന്നും ഒരുപാട് ഇമ്പോർട്ട് കൂടുന്നു, അതേ സമയത്ത് ഇന്ത്യയിൽ നിന്ന് സംഭവിക്കുന്നില്ല, എക്സ്പോർട്ട് കയറി പോകുന്നില്ല. സോ റിയറിന്റെ വാല്യൂ എബോവ് 100 എന്ന് പറയുമ്പോൾ എക്സ്പോർട്ട് കോമ്പറ്റീവ്നെസ് റെഡ്യൂസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഈ വർഷം പ്രിലിംസിന് ഈ മേഖലയിൽ നിന്ന് റിയർ നീർ ഈ പോയിന്റിൽ നിന്നും കറൻസി എക്സ്ചേഞ്ച് റേറ്റ് നിന്ന് നമുക്കൊരു ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ്. കാരണം ഇത്രത്തോളം ആർട്ടിക്കിൾസ് ഇതിനകത്തുമായിട്ട് ഡിസ്കസ് ചെയ്ത് നിൽക്കുന്ന കാരണം അത് ഓർത്തിരിക്കുക. റിയർ വാല്യൂ പറഞ്ഞ പോലെ ഓവർ വാല്യൂഡ് ആയിട്ട് എബോവ് 100 വരുമ്പോഴേക്കും ഓവർ വാല്യൂഡ് ആണ്. ആ ഓവർ വാല്യൂഡ് ആയിട്ട് നിൽക്കുന്ന കാരണമാണ് ഇന്ത്യയിൽ നിന്ന് ഒരുപാട് എക്സ്പോർട്ട് കൂടി പോകാത്ത എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കിയേക്കാം. ഓക്കെ, ഇത്രയാണ് ആ ഒരു ആർട്ടിക്കിൾ നമുക്ക് എഫക്റ്റീവ്ലി പഠിച്ച് മനസ്സിലാക്കാനുള്ളത്. ഇനി നമ്മുടെ ലാസ്റ്റ് ആർട്ടിക്കിൾസ് ആണ് ഗുഡ് ഗവർണൻസ് ഇൻഡെക്സ്. ഈ പറഞ്ഞ പോലെ 2023 ഗുഡ് ഗവർണൻസ് ഇൻഡെക്സ് ഈ വർഷം നമ്മൾ പബ്ലിഷ് ചെയ്യേണ്ടതായിരുന്നു. ഈ വർഷം എന്ന് പറയുമ്പോൾ December 25 നമ്മുടെ നാട്ടിലെ ഗുഡ് ഗവർണൻസ് ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുന്നത്. വേറെ ഒന്നുമല്ല, ബർത്ത് ആനിവേഴ്സറി ഓഫ് ഫോർമർ PM അടൽ ബിഹാരി വാജ്പേയിയുടെ അദ്ദേഹത്തിന്റെ ജന്മദിനമായ December 25 നമ്മൾ ആ ഒരു ഗുഡ് ഗവർണൻസ് ഡേ ആയിട്ട് ഇന്ത്യയിൽ ആചരിക്കുന്നത്. അപ്പൊ ആ ഒരു ഡേയിൽ ഈ പറഞ്ഞ പോലെ ഇന്ത്യയിൽ നമ്മൾ ഗുഡ് ഗവർണൻസ് ഇൻഡെക്സ് പബ്ലിഷ് ചെയ്യാറുണ്ട്. ഇവിടുത്തെ ഗവൺമെന്റ് ഈ പറഞ്ഞ പോലെ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പബ്ലിഷ് ചെയ്യുന്നതാണ്. ഇതെല്ലാം 2 വർഷം കൂടുമ്പോൾ പബ്ലിഷ് ചെയ്യുന്നത്. ആദ്യം 2019 പബ്ലിഷ് ചെയ്തത്. പബ്ലിഷ് ചെയ്യുന്ന അതോറിറ്റി അറിഞ്ഞിരിക്കണം, പബ്ലിഷ് ബൈ ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് ആൻഡ് പബ്ലിക് ഗ്രീവൻസസ്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് ആൻഡ് പബ്ലിക് ഗ്രീവൻസസ് ആണ് ഈ ഗുഡ് ഗവർണൻസ് ഇൻഡെക്സ് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പൊ ഇവർ ഫസ്റ്റ് പബ്ലിഷ് ചെയ്ത് 2019, പിന്നെ 2021 പബ്ലിഷ് ചെയ്തു. പിന്നെ 2023 പബ്ലിഷ് 23ന്റെ റിപ്പോർട്ട്, ഈ പറഞ്ഞ 2023 റിപ്പോർട്ട് ഈ പറഞ്ഞ December 25 ഈ വരുന്ന December 25 പബ്ലിഷ് ചെയ്യേണ്ടിയെന്ന്, പക്ഷെ പബ്ലിഷ് ചെയ്തില്ല. പകരം അടുത്ത വർഷമേ ഈ പറഞ്ഞ പോലെ പബ്ലിഷ് ചെയ്യുള്ളൂ എന്നാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അത്രയും കാര്യങ്ങൾ. ആ ഒരു റിപ്പോർട്ടിനകത്ത് ഈ പറഞ്ഞ പോലെ ബൈയനിയൽ റിപ്പോർട്ടാണ്, ഇവർ 2 ഇയേഴ്സിന്റെ റിപ്പോർട്ടാണെന്നുള്ള കാര്യം ഓർക്കണം. പബ്ലിഷ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് പബ്ലിക് ഗ്രീവൻസസ് ആണ്. പബ്ലിഷ് ചെയ്യുന്നത് December 25 ആണ്. എന്നാണ് നമ്മുടെ നാട്ടിലെ ഗുഡ് ഗവർണൻസ് ഡേ ആയിട്ട് പബ്ലിഷ് ചെയ്യുന്നുള്ള കാര്യം വ്യക്തമായിട്ട് ഓർത്തിരിക്കാം. ഇത്രയാണ് ആ ഒരു ആർട്ടിക്കിൾ. ജസ്റ്റ് പ്രിലിംസിന്റെ മോഡലൊരു ആർട്ടിക്കിൾ ആണ്. ഓക്കെ,
ദെൻ ലാസ്റ്റ് ആർട്ടിക്കിൾ ആണ് 10 സ്റ്റേറ്റ്സ് ഗെറ്റ് ടു ജോയിൻ സെന്റർ സ്വാമിത്വ സ്കീം. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കട്ടെ എന്താണ് സ്വാമിത്വ എന്നുള്ളതാണ്. സ്വാമിത്വ എന്നുള്ള സ്കീം ബേസിക്കലി പറഞ്ഞാൽ ലാൻഡ് ഒക്കെ മാപ്പ് ചെയ്യാനായിട്ടുള്ളതാണ്. സർവേ ഓഫ് വില്ലേജസ് ആൻഡ് മാപ്പിംഗ് വിത്ത് ഇംപ്രൊവൈസ്ഡ് ടെക്നോളജി ഇൻ വില്ലേജ് ഏരിയസ് എന്നുള്ളതാണ് സ്വാമിത്വ എന്നുള്ള ഫുൾ ഫോം ആയിട്ട് അറിയപ്പെടുന്നത്. ഇതൊരു സെൻട്രൽ സെക്ടർ സ്കീമാണ്. സെൻട്രൽ സെക്ടർ സ്കീം എന്ന് പറയുമ്പോൾ ഓർക്കുന്നുണ്ടാവുമല്ലോ, 100% ഫണ്ട് സെൻട്രൽ ഗവൺമെന്റ് കൊടുക്കുന്ന സ്കീമുകളെ പറയുന്ന പേരാണ് സെൻട്രൽ സെക്ടർ സ്കീമും. അല്ലാത്തൊരു പാറ്റേണുള്ള സ്കീമാണെങ്കിൽ അതിന്റെ പേരായിരിക്കും സെൻട്രൽ സ്പോൺസേഡ് സ്കീം എന്ന് പറയുന്നത്. അവിടെ സ്റ്റേറ്റ് ഗവൺമെന്റ് കൂടെ ഫണ്ട് കൊടുക്കുന്നവരായിരിക്കും. ഇത് സെൻട്രൽ സെക്ടർ സ്കീം 100% സെൻട്രൽ ഗവൺമെന്റ് ആണ് കൊടുക്കുന്നത്. ഇത് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് ചോദിച്ചാൽ നമ്മുടെ റൂറൽ ഏരിയസ്, എസ്പെഷ്യലി റൂറൽ ഏരിയയിലെ ലാൻഡ് ഒക്കെ മാപ്പ് ചെയ്യുക, അതും ഡ്രോണുകളൊക്കെ ഉപയോഗിച്ച് മാപ്പാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പം ഡ്രോണൊക്കെ ഉപയോഗിച്ച് മാപ്പ് ചെയ്ത് കഴിയുമ്പോൾ കൃത്യമായിട്ട് ഈ പറഞ്ഞ ലാൻഡ് ഏരിയ എത്രത്തോളം ഉണ്ട് ഓരോ വ്യക്തികൾക്ക് എന്നുള്ളത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. എന്നിട്ട് ഈ ലാൻഡുകൾ സർവേ ചെയ്ത ലാൻഡുകൾ ഉപയോഗിച്ചിട്ട് ഇപ്പൊ റൂറൽ ഏരിയ ആളുകൾക്ക് ഈ പറഞ്ഞ ലോൺ കിട്ടാൻ വളരെ പ്രയാസമുള്ളൂ. അപ്പോൾ അവർക്ക് ഈ സ്വന്തമായിട്ടുള്ള ഭൂമി ഉപയോഗിച്ചിട്ട് ഈ പറഞ്ഞ ബാങ്കുകളിൽ നിന്നൊക്കെ ആണെങ്കിലും ഈ പറഞ്ഞ പ്രോപ്പർട്ടി ലോണുകളും കാര്യങ്ങളൊക്കെ എടുക്കാൻ സാധിക്കും. അവരുടെ അസറ്റ് ആയിട്ടാണ് കണക്കാക്കി ലോണും കാര്യങ്ങളൊക്കെ എടുക്കാൻ സാധിക്കും. അപ്പൊ അങ്ങനെ ആളുകൾക്ക് ഫിനാൻഷ്യൽ ബെനിഫിറ്റുകൾ നേടിയെടുക്കാൻ സാധിക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ ആക്യുറേറ്റ് ലാൻഡ് റെക്കോർഡ്സുകളാണെങ്കിലും കിട്ടാൻ സാധിക്കും. റൂറൽ പ്ലാനിങ്ങിനൊക്കെ വളരെയും സഹായകരമാണ്. പിന്നെ ഗ്രാമപഞ്ചായത്തുകൾക്ക് എസ്പെഷ്യലി പ്രോപ്പർട്ടി ടാക്സുകളൊക്കെ അവർക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ പറഞ്ഞ സ്ഥലം എത്രത്തോളം അറിയത്തില്ലാത്ത കാരണം എത്രത്തോളം ഈ വർഷം പ്രോപ്പർട്ടി ടാക്സ് കിട്ടാനുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടല്ലോ. ആ കൺഫ്യൂഷൻസ് ഒക്കെ ഒഴിവാക്കാനായിട്ട് ഈ പറഞ്ഞ പോലെ ഗ്രാമപഞ്ചായത്തുകളെയും സ്റ്റേറ്റ് ഗവൺമെന്റ് ഒക്കെ സഹായിക്കാനായിട്ട് ഈ സ്കീം സഹായിക്കും എന്നുള്ള കാര്യം. അപ്പം ലാൻഡ് ഈ പറഞ്ഞ പോലെ മാപ്പ് ചെയ്യുക, യൂസിങ് ഡ്രോൺസ് ഉപയോഗിച്ച് മാപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഈ സ്കീമിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇതിലൂടെ ഉപയോഗിക്കുന്ന ഒബ്ജക്റ്റീവ് എന്താണെന്ന് വെച്ചാൽ ലാൻഡ് സ്വന്തമായിട്ട് ഈ പറഞ്ഞ പോലെ മീൻസ് അവരുടെ കൃത്യമായിട്ടുള്ള ലാൻഡ് അളന്നു കൊടുത്തു കഴിഞ്ഞാൽ കർഷകർക്കൊക്കെ ആണെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് ഈ പറഞ്ഞ പോലെ ബാങ്കിൽ നിന്ന് ലോണൊക്കെ ഉപയോഗിക്കാനായിട്ട് വലിയ ഒരു അസറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാനും സാധിക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ റൂറൽ പ്ലാനിങ്ങിനും അതേപോലെ ഗ്രാമപഞ്ചായത്തുകളുടെ റൂറൽ പ്ലാനിങ്ങിനും പിന്നെ അവരുടെ കൃത്യമായിട്ടുള്ള പ്രോപ്പർട്ടി ടാക്സ് ഡിറ്റർമൈൻ ചെയ്യാനായിട്ടും ഒക്കെ തന്നെ സഹായിക്കും എന്നുള്ളതാണ് ഇതിന്റെ മറ്റു ഒബ്ജക്റ്റീവ്സ് ആയിട്ടും പറയാനുള്ളത്. ഇത്രയാണ് ഈ ഒരു സ്കീമിൽ നമുക്ക് കൃത്യമായിട്ടും മനസ്സിലാക്കാനായിട്ടുള്ളത്. ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു 3 സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റൻ ആണ്, UP-യുമായിട്ട് ബന്ധപ്പെട്ട ഒരു 3 സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റൻ ആണ്. സോ ഈ ക്വസ്റ്റൻ ഈ പറഞ്ഞ പോലെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാക്കി ആൻസർ കണ്ടെത്താൻ സാധിക്കും. ഈ ഒരു ആൻസർ നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു.